Hello, this is Shahid Ali. Hope you all are doing great. And today's video we are discussing about chapter number 5, Place of Supply. So place of supply ഒരു പാർട്ട് 1 ആണിത്. ഡിസ്കസ് ഒരു ലെങ്തി വീഡിയോ ആക്കുന്നില്ല. ഡിസ്കസ് അപ് ടു സെക്ഷൻ 12. അപ്പോൾ അതായത് സെക്ഷൻ 7, 8, 9, 10, 11, 12. അതിൻ്റെ റൂൾസും 12ലാണ് റൂൾസ് വരുന്നത്. അതിൻ്റെ റൂൾസും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ കംപ്ലീറ്റ് ഡിസ്കഷൻ ആണ്. ഒന്നുപോലും വിടാതെ കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ വീഡിയോയിൽ. സോ ഇതന്നെ മതി പ്ലേസ് ഓഫ് സപ്ലൈ നോക്കാൻ. ദിസ് ഈസ് ഫാർ ഇനഫ്. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയാം. നമ്മുടെ ക്ലാസ് സ്ഥിരം പോകുന്ന പോലെ തന്നെ പ്രൊവിഷൻ ഡിസ്കസ് ചെയ്യും, സർക്കുലർ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും, അതിനുശേഷം MCQ ചെയ്യും, അതിനുശേഷം നമ്മൾ ഫൈനലി നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ 12 വരെ നോക്കും. ദെൻ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ബാക്കി സെക്ഷൻ 13 പിന്നെ അതുമായി ബന്ധപ്പെട്ട റൂൾസും പിന്നെ കുറച്ച് സർക്കുലേഴ്സും നോട്ടിഫിക്കേഷൻസും ആൻഡ് ഫൈനലി MCQ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2 പാർട്ടായിട്ടാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ടാവുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന ടോപ്പിക്കാണ് സെക്ഷൻ 7. അപ്പോൾ ഇവിടെ സെക്ഷൻ ഞാൻ പറയുന്നുണ്ട്, ദീസ് ഓൾ സെക്ഷൻസ് ആർ അണ്ടർ ഏതിലാണ് വരിക? CGST-യിലല്ല, IGST-യിലാണ് വരുന്നത്. ഓക്കെ, സോ ദീസ് ഓൾ സെക്ഷൻസ് ആർ ഇൻ IGST. അപ്പോൾ ഈ ചാപ്റ്റർ തന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ IGST. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു നീഡ് ടു പ്രസന്റ് ആസ് പെർ IGST അനുസരിച്ചിട്ടാണ് എന്നുള്ള രീതിയിലാണ് പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലുള്ള എല്ലാ സെക്ഷനും നമ്മൾ ഏതാ IGST-യിലാണ് പഠിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 7 ഓഫ് IGST, സെക്ഷൻ 8 ഓഫ് IGST. ഓക്കെ, സോ ഫസ്റ്റ് വണ് പഠിക്കുന്നത് എന്താണ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ, എന്താണ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. ഇത് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 7-ലും സെക്ഷൻ 8-ലുമാണ്. അപ്പോൾ സെക്ഷൻ 7 നോക്കാം. സെക്ഷൻ 7 ഇന്റർസ്റ്റേറ്റ് സപ്ലൈ നോക്കാം. Supply of goods where the location of the supplier and the place of supply are in two different states, or a state and a union territory shall be treated as an interstate supply. അതായത് ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറും അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ അനുസരിച്ചിട്ടാണ് എന്ത് നോക്കുന്നത്, ഇൻട്രാ സ്റ്റേറ്റ് ആണോ ഇന്റർ സ്റ്റേറ്റ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. പല ആളുടെ വിചാരം റിസീപ്പിയന്റിന്റെ പ്ലേസ് അനുസരിച്ചിട്ടാണെന്നാണ്. പക്ഷെ ചില റൂൾസിലൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താ? പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ് അതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇന്റർ ആണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈയും ലൊക്കേഷൻ ഓഫ് ദി സപ്ലൈയും 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോ ഒരു യൂണിയൻ ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ അതിനെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് എവിടെയാണ്? സെക്ഷൻ 7-ലാണ് പറഞ്ഞത്. ഇനി സെക്ഷൻ 7-ൽ തന്നെ തുടരുന്നുണ്ട്, പറയാണ് ഇത് മേലെ പറഞ്ഞ എന്താ? ഗുഡ്സ് എന്നാ, സപ്ലൈ ഓഫ് ഗുഡ്സ് എന്നാ പറഞ്ഞത്. സെയിം പോയിന്റ് എന്ത് പറഞ്ഞ്? സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ സെയിമാ, വായിച്ചു നോക്കിയേ, ബാക്കിയൊക്കെ സെയിമാ. അതായത് സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസസോ ലൊക്കേഷൻ ഓഫ് ദി സപ്ലൈയും പ്ലേസ് ഓഫ് സപ്ലൈയും 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആണ്. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഒരു യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അതിനെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് പറയും. ക്ലിയർ അല്ലേ? രണ്ടും പോയിന്റ് ഒന്ന് തന്നെയാണ്, ആകെ വ്യത്യാസം സർവീസസ് മാത്രമേ ഉള്ളൂ. ദെൻ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി നോട്ട് ബീങ് ആൻ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആൻഡ് നോട്ട് കവേർഡ് എൽസ്വെയർ ഇൻ ദിസ് സെക്ഷൻ ഷാൽ ബി ട്രീറ്റഡ് ആസ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു റെസിജ്വൽ ക്ലോസ് ആണ്. അതായത് നിങ്ങൾ ഗുഡ്സോ സർവീസസോ ടാക്സബിൾ ടെറിട്ടറി ഇന്ത്യയിൽ നടത്തി, അതൊരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ അല്ല. ഓക്കെ, നോട്ട് ബീങ് ആൻ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ, ഒരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല, ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ അല്ല. നോട്ട് കവർഡ് എൽസ്വെയർ, വേറെ എവിടെയും അത് കവറും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? അതിന് ഇന്റർസ്റ്റേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, വെച്ചാൽ വിടൂലാന്ന്. അത് ഇന്റർ അല്ല ഇന്ററും അല്ല മേലൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ടാക്സ് ചെയ്യേണ്ട, പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടെത്താൻ പറ്റുന്നില്ല, ടാക്സ് കൊടുക്കണ്ട എന്ന് പറയാൻ പറ്റൂല. റെസിജ്വൽ ക്ലോസ് ഇട്ട്, അതായത് നിങ്ങൾ എവിടെയും കവർ ചെയ്യുന്നില്ലെങ്കിൽ എന്താക്കിട്ടോ? ഇന്റർസ്റ്റേറ്റ് ആക്കിയിട്ടോ, ഒരു മിസിലീനിയസ് പോലെ ഇട്ട്. അത് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷനാണ്. പ്രാക്ടിക്കലിക്ക് ചിന്തിക്കും, കാരണം ഇന്റർ ആയിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല, ഇന്റർ ആണെന്നും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നൊരു കാര്യം ചെയ്തോ, ഇന്റർ ആയിട്ട് തന്നെ എടുത്തോ, പറയാം. അതാണ് നോട്ട് ബീങ് ആൻ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ നോട്ട് കവേർഡ് എൽസ്വെയർ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ ബോത്ത് വെൻ ദി സപ്ലയർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലാണ് സപ്ലയർ, പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് നമ്മൾ എക്സ്പോർട്ടൊക്കെ. ഓക്കെ, സപ്ലയർ ഇന്ത്യയിലും ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യയും പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട്സൈഡ് ഇന്ത്യയിലും. ദെൻ ടു ഓർ ബൈ എ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്പർ ഓർ സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ്. അപ്പോൾ സെസ്സിൻ്റെ കേസിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2ഉം ബൈയും ആണ്. സെസ്സിലോട്ടുള്ള സപ്ലൈയും അവിടുന്ന് ഇങ്ങോട്ടുള്ള ബൈ സെസ് ആണെങ്കിലും രണ്ടിനും എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഇന്റർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെസ്സിനായിട്ടുള്ള ട്രാൻസാക്ഷൻ വിൽ ബി ട്രീറ്റഡ് ആസ് ഇന്റർ സ്റ്റേറ്റ്. ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി നോട്ട് ബീങ് ആൻ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ നോട്ട് കവേർഡ് എൽസ്വെയർ ഇൻ ദി സെക്ഷൻ ഷാൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബോത്ത് ഇൻ ദി കോഴ്സ് ഓഫ് ഇൻട്രസ്റ്റേറ്റ് ട്രേഡ്. മേലെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. വേറെ എവിടെയും കവർ ചെയ്യുന്നില്ല വെച്ചാൽ അത് എവിടെ കവർ ചെയ്യും? ഇവിടെ കവർ ചെയ്യും എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റേറ്റിൽ കവർ ചെയ്യും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇൻട്രസ്റ്റേറ്റ് എന്നുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ സെക്ഷൻ 7 ഇൻട്രസ്റ്റേറ്റ് നോക്കി, നമുക്ക് ഇൻട്രാസ്റ്റേറ്റ് നോക്കാം. സപ്ലൈ ഓഫ് ഗുഡ്സ് വേർ ദി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആൻഡ് ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആർ ഇൻ ദി സെയിം സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇൻട്രാസ്റ്റേറ്റ് ആയിരിക്കും.
സർവീസസിന് സെയിം പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസസോ പ്ലേസ് ഓഫ് സപ്ലൈയും ലൊക്കേഷൻ ഓഫ് ദി സപ്ലൈയും സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ അതിന് ഇൻട്രാ സ്റ്റേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇൻട്രാ സ്റ്റേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുത്ത് ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇവിടെ എൻ്റെ തന്നെ മറ്റൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്റ്റിങ് പേഴ്സൺ ആയിട്ട് കാണൂട്ടാന്നുള്ളൊരു ഇവിടെ പറയുന്നുണ്ട്. അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ എ സ്റ്റേറ്റ് ഓർ എ യൂണിയൻ ടെറിട്ടറി ആൻഡ് എനി അതർ എസ്റ്റാബ്ലിഷ്മെന്റ് state or union territory, an establishment in a state or union territory, any other establishment registered within the state or union territory, then എൻ്റെ തന്നെ മറ്റൊരു എസ്റ്റാബ്ലിഷ്മെന്റ്സ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, ഡിസ്റ്റിങ് പേഴ്സൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ അത്രയേ ഉള്ളൂ ഇവിടെ, വേറെ ഒന്നും അതിലില്ല. ഓക്കെ, നെക്സ്റ്റ്, എ പേഴ്സൺ ക്യാരിങ് ഓൺ എ ബിസിനസ് ത്രൂ എ ബ്രാഞ്ച് ഓർ ഏജൻസി or a representational office in any territory shall be treated as having establishment in that territory. അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഏജൻസിയോ എൻ്റെ ഒരു റെപ്രസെൻറ്റേഷണൽ ഓഫീസോ വേറൊരു ടെറിട്ടറിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കാം, ചിലപ്പോൾ വേറെ ടെറിട്ടറിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എൻ്റെ സെയിം എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യാമെന്ന് പറയാം. എൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ എൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ ഡിസ്റ്റിങ് പേഴ്സൺ ആയിരിക്കും അത്. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ്, ഇത് എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്താണ്, ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ ഇത് ഇങ്ങനെയായിരിക്കും. എക്സ്പ്ലനേഷൻസ് ഒക്കെ അതാണ്, അതായത് പ്രൊവിഷൻ ഇട്ടിട്ട് പിന്നെ എക്സ്പ്ലനേഷൻ പറയുന്ന ഓരോ അഡീഷണൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയും. പ്രൊവൈഡഡ് ദാറ്റ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസസ് ഷാൾ നോട്ട് ഇൻക്ലൂഡ് സപ്ലൈ ഓഫ് സർവീസസ് ടു ഓർ ബൈ എ സെസ് ഡെവലപ്പർ ഓർ എ സെസ് യൂണിറ്റ്. അപ്പോൾ സെസ്ന്ന് ബൈ ഓർ ടു ഉള്ള സപ്ലൈ എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല, ഇൻട്രാ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അത് എപ്പോഴും എന്തായിരിക്കും, ഇൻട്രാ ആയിരിക്കും. അതും ഓർത്ത് വെക്കട്ടെ സെസ്സിൻ്റെ കേസിലുള്ള കേസ്. സോ വി കംപ്ലീറ്റഡ് സെക്ഷൻ 7 and 8. നേരത്തെ നമുക്ക് സെക്ഷൻ 9 നോക്കാം. സെക്ഷൻ 9 പറയുന്നത് ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട് വെർ ദി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഈസ് ഇൻ ദി ടെറിട്ടോറിയൽ വാട്ടർ, ദി ലൊക്കേഷൻ ഓഫ് സപ്ലയർ സച്ച് സപ്ലയർ ഓർ വെർ ദി പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ഇൻ ദി ടെറിട്ടോറിയൽ വാട്ടർ. അതായത് ടെറിട്ടോറിയൽ വാട്ടേഴ്സിലാണ്, നമ്മളെ വാട്ടറില്ലേ, വാട്ടേഴ്സ് നമ്മളെ കടലിലാണ് ഈ പറഞ്ഞ ലൊക്കേഷൻ ഓഫ് ദി സപ്ലൈ, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ കടലിലാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യും, അതിനെ കടലല്ലേ, അപ്പോൾ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈയിലെ ലൊക്കേഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞ് ഫോർ ദി പർപ്പസ് ഓഫ് ദിസ് ആക്ട് be deemed to be the coastal state or union territory where the nearest point of appropriate baseline is located. അതായത് ആ കോസ്റ്റൽ സ്റ്റേറ്റിൽ ആ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ നിയറസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റൽ സ്റ്റേറ്റ് ഏതാ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഏതാ, അതാണ് ആ ലൊക്കേഷനായിട്ട് ട്രീറ്റ് ചെയ്യുക. മനസ്സിലായി? അതായത് തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് ഏതാണ്, ആ വാട്ടറിലെ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് ഏതാണ് ഉണ്ടാവുക, ആ സ്റ്റേറ്റിനെ ആ ലൊക്കേഷനായിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനം ഈ ബോൾഡ് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ചോദിക്കുന്നത് MCQയിലായിരിക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം, മാർക്ക് ചെയ്ത് വെച്ചോ. ഈ കോസ്റ്റൽ നിയറസ്റ്റ് ഡീംഡ് ടു ബി പർപ്പസ് ഓഫ് ദിസ് സ്റ്റാറ്റ് ബി ഡീംഡ് ടു ബി എന്തായിട്ടാണ് ഡീം ചെയ്യുക, പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി, അതാ പറഞ്ഞത്, പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിട്ടാണ് ഡീം ചെയ്യുക, ഡീംഡ് ടു ബി കോസ്റ്റൽ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി വെർ ദ നിയറസ്റ്റ് പോയിന്റ് ഓഫ് ദി അപ്രോപ്രിയേറ്റ് ബേസ് ലൈൻ ഈസ് ലൊക്കേറ്റ്. നിയറസ്റ്റ് പോയിന്റിലുള്ള കോസ്റ്റൽ സ്റ്റേറ്റോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഏതാണോ അതിനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് MCQയിൽ. ദെൻ ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഹാസ് നോട്ട് ബി ഡിഫൈൻഡ് ഇൻ GSTയിൽ. എന്താണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് GSTയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല, പക്ഷേ അതിൻ്റെ ഡെഫിനിഷൻ നമ്മളെ ഹോവർ ആസ് പെർ സെക്ഷൻ 3 ഓഫ് ദി ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അതിനൊരു സെക്ഷൻ ഉണ്ട്, അതിൽ പറയുന്നുണ്ട് എന്താണ് ഇത്, ഒന്നുമില്ല, 12 നോട്ടിക്കൽ മൈൽസ് ഫ്രം ദി നിയറസ്റ്റ് പോയിന്റ് ഓഫ് ദി അപ്രോപ്രിയേറ്റ് ബേസ് ലൈൻ. നമ്മളെ ബേസ് ലൈനിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽസ് വരുന്ന അതിനെയാണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു നോട്ട് കൊടുക്കുന്നുള്ളൂ, നോട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സെക്ഷൻ 9 ഈ കോസ്റ്റൽ സ്റ്റേറ്റ് നിയറസ്റ്റ് പോയിന്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ് MCQയിൽ. നെക്സ്റ്റ് വരുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. സെക്ഷൻ 10 പറയുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അതിന് സെക്ഷൻ 10 ആണ്. അപ്പോൾ ഈ സെക്ഷൻ 10 ഓർത്ത് വെക്കുക. സെക്ഷൻ 10 നമ്മുടെ CGSEയിലെ സെക്ഷൻ 10 എന്താ, കോമ്പോസിഷനാണ്. ഇവിടെ സെക്ഷൻ 10 എന്താ, ഗുഡ്സിൻ്റെ കേസിലെ പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പ്ലേസ് ഓഫ് സപ്ലൈയിലെ എല്ലാ പ്രൊവിഷനും ഈവൻ സെക്ഷൻ 10, 11, 12 അങ്ങോട്ട് വരുന്ന സെക്ഷനൊക്കെ ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു നേച്ചറിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് സെക്ഷന് അതിൻ്റെ നേച്ചർ ഏതാ, പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ, അതിൻ്റെ എക്സാമ്പിളും ഉണ്ടാവും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ എല്ലാത്തിലും ഡിസ്കസ് ചെയ്യൂല, കാരണം നിങ്ങൾ പോസ് ചെയ്തിട്ട് എക്സാമ്പിൾ വായിച്ചു നോക്കിയാൽ മതി. കാരണം എല്ലതും വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല, ചിലതൊക്കെ ഈസിയാണ്, നമ്മൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം വേണ്ട എക്സാമ്പിൾ നിങ്ങൾ പോസ് ചെയ്യുക, വായിച്ചു നോക്കുക. ചിലത് ഇമ്പോർട്ടൻ്റ് ആയ എക്സാമ്പിൾ ഞാൻ ക്ലാസ്സിൽ തന്നെ വായിക്കും ചെയ്യും, കാരണം മറ്റേത് ഒരുപാട് സമയം എടുക്കും എല്ലാ എക്സാമ്പിൾ വായിക്കാൻ. നോക്കാം. ഫസ്റ്റ് വന്ന് വരുന്നത് നേച്ചർ ഓഫ് സപ്ലൈ ഏതാ, ഈ സബ്സെക്ഷൻ പഠിക്കണം എന്നില്ല കേട്ടോ, AB അങ്ങനെ പഠിക്കണം എന്നില്ല. ഓക്കെ, സെക്ഷൻ 10 സബ്സെക്ഷൻ 1 ആണ്, അതിലെ ക്ലോസസ് പഠിക്കണം എന്നില്ല. സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. ഒരു മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് വരുന്ന സപ്ലൈ ആണ്. ഗുഡ്സ് മാത്രമാണ്, ഇപ്പോൾ സർവീസ് ചിന്തിക്കരുത്. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് വരുന്ന സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് ഗുഡ്സ് അറ്റ് ദ ടൈം അറ്റ് വിച്ച് മൂവ്മെന്റ് ടെർമിനേറ്റ് ഫോർ ഡെലിവറി ടു റെസിപ്പിയന്റ്. എവിടെയാണ് ആ മൂവ്മെന്റ് ടെർമിനേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞത്.
അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ വായിച്ചു നോക്കാം. മിസ്റ്റർ എ ഓഫ് നാസിക് മഹാരാഷ്ട്ര സെൽസ് 10 റെഫ്രിജറേറ്റേഴ്സ് ടു മിസ്റ്റർ ബി ഓഫ് പൂനെ മഹാരാഷ്ട്ര. നാസിക്കിലുള്ള ഒരു എ എന്ത് ചെയ്ത് പൂനെയിലുള്ള ബിക്ക് 10 റെഫ്രിജറേറ്റേഴ്സ് സെൽ ചെയ്ത് ഫോർ ഡെലിവറി അറ്റ് മിസ്റ്റർ ബീസ് പ്ലേസ്. എവിടെ ഡെലിവറി ചെയ്യേണ്ടത്? മിസ്റ്റർ ബീൻ്റെ പ്ലേസിലാണ് ഡെലിവറി ചെയ്യേണ്ടത്, പൂനെയിൽ. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഡെലിവറി ടെർമിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിൽ. അങ്ങനെ പൂനെയാണ് എന്ത് പ്ലേസ് ഓഫ് സപ്ലൈ. രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയല്ലേ? ലൊക്കേഷൻ ഓഫ് ദി സപ്ലൈയറും പ്ലേസ് ഓഫ് സപ്ലൈയും ഒരേ സ്റ്റേറ്റ് ആകുമ്പോൾ സെക്ഷൻ 8 പറഞ്ഞിട്ടുണ്ട് ഇൻട്രാ സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് ഇത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടെത്തുക. അതിപ്പോൾ പ്രാക്ടിക്കലിയും കണ്ടെത്തേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, പ്രൊവിഷൻ നോക്കി കണ്ടെത്തണം. സോ അവിടെ ഇമ്പോർട്ടൻ്റ് എന്താ? അപ്പം പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായി? ലോജിക്കലി തിങ്ക് ചെയ്യുക, പ്രാക്ടിക്കലി കൂടി തിങ്ക് ചെയ്യുക. ഇതൊക്കെ ആ രീതിയിൽ തിങ്ക് ചെയ്താലേ ഈ പറഞ്ഞ സാധനം നമുക്ക് പെട്ടെന്ന് കത്തിക്കാൻ പറ്റും. മറ്റേത് ഇങ്ങനെ കാണാപ്പാഠം പഠിക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഗുഡ്സ് ഡെലിവേർഡ് ടു എ തേർഡ് പേഴ്സൺ ഓൺ ദി ഡയറക്ഷൻ ഓഫ് ദി ബയർ. അതായത് നമ്മൾ മുമ്പ് കുറേ വട്ടം പറഞ്ഞൊരു സാധനമാണ് ബിൽ ടു ഷിപ്പ് മോഡൽ. ബില്ല് ചെയ്യുന്നത് ഒരാൾക്ക്, ഷിപ്പ് ചെയ്യുന്നത് വേറെ ആൾക്കായിരിക്കും. അങ്ങനെ ആവുമ്പോൾ മേലെ പറഞ്ഞ റൂൾ എടുത്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഡെലിവറി ചെയ്യുന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. കാരണം ഡെലിവറി ചെയ്യുന്നത് വേറെ ആൾക്കല്ലേ, വാങ്ങിച്ച ആൾക്കല്ലല്ലോ, യഥാർത്ഥത്തിൽ വാങ്ങിച്ച ആൾക്കല്ലല്ലോ ഡെലിവറി ചെയ്യുന്നത്. നിങ്ങൾ ആ കുറേ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞാണ്, എഗെയിൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നില്ല ബിൽ ടു ഷിഫ്റ്റ് മോഡൽ എന്താണെന്ന്. സോ ആ കേസിൽ നമുക്ക് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് ആ കേസിൽ ഇവിടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ബയ്യർ, യഥാർത്ഥ ബയ്യർ ആരാണോ അയാളുടെ പ്രിൻസിപ്പൽ പ്ലേസ് ആയിരിക്കും ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എക്സാമ്പിളിന് പകരം ഞാൻ തന്നെ ഒരു നമുക്ക് എക്സാമ്പിൾ വായിക്കാം, അതായിരിക്കും നല്ലത്. മിസ്റ്റർ സി ഓഫ് ചെന്നൈ റിസീവ്ഡ് പർച്ചേസ് ഓർഡർ ഫ്രം മിസ്റ്റർ എച്ച് ഓഫ് ഹൈദരാബാദ്. ഇപ്പോൾ സിയിലേക്കാണ് ഓർഡർ കിട്ടിയത്, അപ്പോൾ സി ആണ് സെല്ലർ, എച്ച് ആണ് ബയ്യർ, ഹൈദരാബാദിലുള്ള. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഗുഡ്സ് ആണ്. നൗ സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ബൈ സപ്ലൈയർ ഫ്രം ചെന്നൈ ടു ഹൈദരാബാദ് ബൈ റോഡ്, അല്ലേ? ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് സാധനം അയക്കണം. പക്ഷെ അപ്പോൾ ദി ഡയറക്ഷൻ ഓഫ് മിസ്റ്റർ എച്ച് പറഞ്ഞ് ദിസ് ഗുഡ്സ് ആർ റീഡയറക്റ്റഡ് ടു ബ്രാഞ്ച് ഓഫീസ് ഓഫ് മിസ്റ്റർ എച്ച് ലൊക്കേറ്റഡ് ഇൻ വിജയവാഡ ബൈ വേ ട്രാൻസ്ഫർ ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ്. അതായത് ഇവർ പറഞ്ഞ് ഇങ്ങോട്ട് അയക്കണ്ട, വേറെ ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്, അങ്ങോട്ട് അയച്ചാൽ മതി, വിജയവാഡയ്ക്കുള്ള അങ്ങോട്ട് അയച്ചാൽ മതി, അങ്ങോട്ട് ആ ബ്രാഞ്ചിക്ക് എന്ത് ചെയ്തോ ബില്ല് ചെയ്യാനുള്ളതാണ്, ഇവിടുന്ന് അങ്ങോട്ട് ബില്ല് ചെയ്യാനുള്ളതാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ ആക്ച്വലി സീനെ സംബന്ധിച്ചിടത്തോളം ആർക്കാ ബില്ല് ചെയ്യുന്നത്? എച്ചിനാ ബില്ല് ചെയ്യുന്നത്. സീൻ്റെ കസ്റ്റമർ ആരാ? എച്ച്. അപ്പം ഈ ബയ്യർ, യഥാർത്ഥ ബയ്യർ ആരാ? എച്ച്. സോ അയാളുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഏതാ? ഹൈദരാബാദ്. സോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഹൈദരാബാദ്. അത്രേ ഉള്ളൂ. സോ ഇയർ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് വിൽ ബി ഹൈദരാബാദ്. ഇവിടെ ബ്രാഞ്ച്, ഇവിടെ വേറെ കസ്റ്റമർ ആണെന്ന് ആലോചിച്ച് നോക്കി, അപ്പോൾ കറക്റ്റ് കത്തും. ബ്രാഞ്ചിനും കറക്റ്റ് തന്നെയാണ്, ബട്ട് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ നടക്കുന്നുണ്ട്, ഡോക്യുമെന്റ്സ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് നടക്കുന്നുണ്ട്. അതായത് വേറെ ആൾക്ക് സെല് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ആ കേസ് ആയതുകൊണ്ട് അത് ഇവിടെ ഡെലിവറി, ഇപ്പോൾ മേലത്തെ റൂൾ അനുസരിച്ച് എടുക്കണമെങ്കിൽ ഇവിടെ ഡെലിവറി ചെയ്യുന്ന കൊടുക്കുക വിജയവാഡയിലാണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പം വിജയവാഡയാണ് എന്തെന്ന് പറയും പ്ലേസ് ഓഫ് സപ്ലൈ എന്ന്. പക്ഷേ വിജയവാഡ അല്ല, ഏതാണ്? നമ്മുടെ ഹൈദരാബാദാണ് ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരാം. ഓക്കെ, അതാണ് ഈ ബിൽ ടു ഷിഫ്റ്റ് മോഡലിൻ്റെ കേസിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണത്. ഇനി മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ല, സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ലാത്ത കേസാണെങ്കിൽ ആ കേസിൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ലൊക്കേഷൻ ഓഫ് ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ചെയ്യുമ്പോൾ എവിടെ ഗുഡ്സ് എവിടെയാണോ ഉള്ളത് ആ സ്ഥലമാണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു, ഗുഡ്സ് മൂവ്മെന്റ് ഇല്ലാത്ത കേസാണെങ്കിൽ. ഇനി അടുത്ത ചോദ്യം, സപ്ലൈ മേടിച്ച അൺരജിസ്റ്റേർഡ് പേഴ്സൺ, ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾക്കാണ് സാധനം വിൽക്കുന്നത്, ഗുഡ്സ് വിൽക്കുന്നത്, രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല. അപ്പോൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഗുഡ്സ് വിൽക്കുന്നതെങ്കിൽ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത് ലൊക്കേഷൻ ഓഫ് ദി റിസീപ്പിയന്റ് റെക്കോർഡഡ് ഇൻ ദി ഇൻവോയ്സ്. ഇൻവോയ്സിൽ അവിടെ ലൊക്കേഷൻ ഉണ്ടാവില്ല, പേരും അഡ്രസ്സൊക്കെ തരുമല്ലോ, അതെടുക്കുക. ഇനി അത് അവൈലബിൾ അല്ല, ആൻഡ് ദ റിസീപ്പിയന്റിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ എടുക്കാൻ, വേർ ദി അഡ്രസ് ഓഫ് ദ റിസീപ്പിയന്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി ഇൻവോയ്സ്. ഇൻവോയ്സിൽ റെക്കോർഡഡ് അല്ല എന്നുണ്ടെങ്കിൽ സപ്ലയറുടെ ലൊക്കേഷൻ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ടു എ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആകുമ്പോൾ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ്, ലൊക്കേഷൻ ഓഫ് ദ റെസിപ്പിയന്റ് അവൈലബിൾ അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ. ഓക്കെ, നെക്സ്റ്റ്, ഗുഡ്സ് ആർ അസംബിൾഡ് ഓർ ഇൻസ്റ്റാൾഡ് അറ്റ് എ സൈറ്റ്. ഒരു സൈറ്റിൽ അസംബിൾ ചെയ്താണ്, അതായത് കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഗുഡ്സ് പിന്നെ എല്ലാം കൂടി മെഷീനറി സെറ്റപ്പ് ചെയ്യാണ്. മെഷീനറി ഗുഡ്സ് ആണ് അല്ലേ? മെഷീനറി അല്ല ഗുഡ്സ് അല്ലേ? ഒരാളെ സംബന്ധിച്ചിടത്തോളം മെഷീനറി വിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് അല്ലേ? ആ വിൽക്കുന്ന ആൾക്കാർ ഗുഡ്സ് അല്ല, ഇവിടെ മെഷീനറി സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, സോ അങ്ങനെ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാളേഷൻ അവിടെ നടക്കുന്നത്, ആ ഇൻസ്റ്റാളേഷൻ നടക്കുന്ന അല്ലെങ്കിൽ അസംബ്ലി നടക്കുന്ന എവിടെയാണോ ആ പ്ലേസ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, വെരി സിമ്പിളാണ്. ഗുഡ്സിൻ്റെ കേസിലൊക്കെ വെരി സിമ്പിളാണ്. അതിൽ ആ ബിൽ ടു ഷിഫ്റ്റ് മോഡലാണ് കുറച്ച് ഇത് മാത്രമുള്ളത്, ബാക്കിയുള്ളതൊക്കെ സിമ്പിളാണ്. ബിൽ ടു ഷിഫ്റ്റ് മോഡലാണ് MCQന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇവിടെ നിന്ന്. കാരണം ബിൽ ടു ഷിഫ്റ്റ് മോഡലിൻ്റെ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ബയ്യർ എന്ന് പറയണം, മാറരുത് അത്. ഓക്കെ, MCQല് ചോദിക്കാം. നെക്സ്റ്റ്, ഗുഡ്സ് സപ്ലൈഡ് ഓൺ ബോർഡ് ഓൺ കൺവെയൻസ് ലൈക്ക് എ വെസൽ, എയർക്രാഫ്റ്റ്, ട്രെയിൻ ഓർ മോട്ടോർ വെഹിക്കിൾ. ഇപ്പോൾ ഈ ഈ സാധനം വിൽക്കുന്നത് ഈ എയർക്രാഫ്റ്റിൽ, നിങ്ങൾ പ്ലെയിനിൽ പോകുമ്പോൾ, പ്ലെയിനിൽ പോയിട്ടുണ്ടോ?
ഓക്കെ, പ്ലെയിനിൽ പോകുമ്പോൾ ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ആർട്ടിക്കിൾ ഷിപ്പ് ടൈമിലാണ് ഞാൻ പോയത്. ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറിയത് എൻ്റെ ആർട്ടിക്കിൾ ഷിപ്പിൽ എനിക്ക് ഡൽഹിയിൽ ഒരു ഒരു ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓഫീസിൻ്റെ വകയായിരുന്നു എൻ്റെ ട്രിപ്പ്. ഓക്കെ, അപ്പം വെസൽ, എയർക്രാഫ്റ്റ്, ട്രെയിൻ ഓർ മോട്ടോർ വെഹിക്കിൾ അതിലുള്ളിലൂടെ, അതായത് ആ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് ഈ സെയിൽ നടക്കുന്നത്. അങ്ങനെ ആകുമ്പം അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ ആയിരിക്കും? അല്ലെങ്കിൽ ആ വെസൽ ആ ട്രെയിനിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നത്. അപ്പം പല സ്ഥലത്തായിരിക്കും അല്ലേ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുക. എയർക്രാഫ്റ്റ് അതേപോലെ പല സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ പല ഇതിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ആ കേസിൽ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ ഓൺ ബോർഡ്, അതായത് ഈ കൺവെയൻസ് അല്ലെങ്കിൽ ഈ സാധനം എയർക്രാഫ്റ്റ് വെസൽ എവിടെ നിന്നാണോ ഈ പറഞ്ഞ തുടങ്ങിയത് എവിടെ നിന്നാണോ അല്ലെങ്കിൽ ഓൺ ബോർഡ് എവിടെ നിന്നാണോ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ ഓൺ ബോർഡ് എവിടെയാണോ അതാണ് ആ പ്ലേസ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. നമുക്ക് എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ എക്സ് ന്യൂഡൽഹി ബോട്ട്സ് ദി ന്യൂഡൽഹി കോട്ട. ന്യൂഡൽഹി കോട്ട ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കോട്ടയിൽ അവസാനിക്കുന്ന ട്രെയിൻ. ഈ സെൽസ് ദി ഗുഡ്സ് ടേക്കൺ ഓൺ ബോർഡ് ബൈ ഹിം അറ്റ് ന്യൂഡൽഹി അറ്റ് ജയ്പൂർ ഡ്യൂറിങ് ദ ജേർണി. അതായത് ഈ ഗുഡ്സ് വിറ്റത് എവിടെയാണ്? ജയ്പൂർ വെച്ചിട്ടാണ് വിറ്റത്. അപ്പോൾ ഈ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ജയ്പൂർ ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. അല്ല, പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഈസ് ലൊക്കേഷൻ അറ്റ് വിച്ച് ഗുഡ്സ് ആർ ടേക്കൺ ഓൺ ബോർഡ്. ഈ ടേക്കൺ ഓൺ ബോർഡ് എവിടുന്ന ഇത് എടുത്തത്? സ്റ്റാർട്ട് ചെയ്ത് എവിടുന്ന? ന്യൂഡൽഹി, നോട്ട് ജയ്പൂർ. എവിടുന്ന? ന്യൂഡൽഹി എന്നാണ് ഇത് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂഡൽഹി ആണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. ഓക്കെ, സെക്ഷൻ 10 കഴിഞ്ഞ്. നെക്സ്റ്റ് സെക്ഷൻ 11. സെക്ഷൻ 11 പ്യൂർലി ഇമ്പോർട്ടും എക്സ്പോർട്ടും പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 11. അതും കൂടി കഴിഞ്ഞാൽ സപ്ലൈ ഓഫ് സർവീസിലോട്ട് എത്തും സെക്ഷൻ 12. ഇപ്പോൾ സെക്ഷൻ 11ലാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഓർ എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യ. ഇമ്പോർട്ടിൻ്റെ കേസിലും എക്സ്പോർട്ടിൻ്റെ കേസിലും എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് വെച്ചാൽ നോക്കാം. പ്ലേസ് ഓഫ് ആദ്യം എയിലാണ് ഇമ്പോർട്ട്, ബിയിലാണ് എന്ത് സബ്സെക്ഷൻ, ബിയിലാണ് എക്സ്പോർട്ട് പറയുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ഷാൽ ബി ദി ലൊക്കേഷൻ ഓഫ് ദി ഇമ്പോർട്ടർ. ഇമ്പോർട്ടറിൻ്റെ ലൊക്കേഷനാണ് എന്ത്? പ്ലേസ് ഓഫ് സപ്ലൈ. അതായത് ഇന്ത്യയിലുള്ള ഒരാൾ എന്ത് ചെയ്യാണ്? ഇമ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇന്ത്യയാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. The import of goods have been divided into 10 of the IGST as bringing goods to India from place outside India. All imports are deemed as interstate supply. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇത് MCQന് ചോദിക്കും. ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്. ഓൾ ഇമ്പോർട്ട്സ് ആർ ഡീംഡ് ആസ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. എല്ലാ ഇമ്പോർട്ടിനെയും എന്തായിട്ടാണ് ഡീം ചെയ്യുന്നത്? ഒരു ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് ഡീം ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനത്ത് നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെയാണ് എന്തിനെ ഡീം ചെയ്യുന്നത്? ഈ പറഞ്ഞ ഇന്റർസ്റ്റേറ്റ് സപ്ലൈനെ ഡീം ചെയ്യുന്നത്. അക്കോർഡിംഗ്ലി IGST ആണ് അവിടെ ലേ ചെയ്യുക. അഡീഷൻ ടു അപ്ലിക്കബിൾ കസ്റ്റം ഡ്യൂട്ടി. കസ്റ്റം ഡ്യൂട്ടിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും? IGST കൂടി ഉണ്ടാവും. സോ ഓൾ ഇമ്പോർട്ട്സ് ആർ ഡീംഡ് ആസ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിന്റ്. നെക്സ്റ്റ് എക്സ്പോർട്ടിൻ്റെ കേസിൽ ദ സപ്ലൈസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യ ഷാൽ ബി ദി ലൊക്കേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലെ പുറത്തുള്ള ലൊക്കേഷനില്ല, ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ലൊക്കേഷനാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ 5ലാണ് എക്സ്പോർട്ട് എന്താണെന്ന് പറയുന്നത്. അണ്ടർ ദി GST എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഹാസ് ബീൻ ട്രീറ്റഡ് ആസ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. എല്ലാ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സിനെയും അപ്പോൾ ഇമ്പോർട്ടിനെ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, എക്സ്പോർട്ടിനെയും ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് എക്സ്പോർട്ട് ഈസ് ഓൾസോ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തില്ല? ടാക്സ് ഇല്ല. ദ ഗുഡ്സ് ഓർ സർവീസ് എക്സ്പോർട്ട് ഷാൽ ബി റിലീവ്ഡ് ഓഫ് GST ലെവിഡ്. അതായത് GST ഇല്ല ഗുഡ്സിന്. ഈ സീറോ എക്സ്പോർട്ടിന് എന്തില്ല? GST ഇല്ല. ഒന്നെങ്കിൽ ഇൻപുട്ട് തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇൻപുട്ട് അടിച്ച് ടാക്സ് ഉള്ളത് തിരിച്ചെടുക്കാം, ഫൈനൽ പ്രൊഡക്റ്റ് സ്റ്റേജിൽ തിരിച്ചെടുക്കാം. ഓക്കെ, അതാണ് GST ഇല്ല എന്ന് പറയുന്നത്. റീഫണ്ട് ഉണ്ട്, അത് നിങ്ങൾ ഫൈനൽ പഠിക്കും. റീഫണ്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ സീറോ റേറ്റഡ് സപ്ലൈയിൽ എടുക്കുക എന്നുള്ളത്. ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്ഷൻ 11. അതും കഴിഞ്ഞ്. വെരി സിമ്പിൾ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. പക്ഷെ നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഭയങ്കര ടഫാണെന്ന് പറഞ്ഞ് നടക്കുന്ന സാധനമാണ് പ്ലേസ് ഓഫ് സപ്ലൈ. പ്രാക്ടിക്കലി ഒന്നും ഇങ്ങനെ ആലോചിച്ച് 2 തവണ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫൈൻ. ഈ ക്ലാസ് ഉണ്ടാൽ തന്നെ ഇറ്റ്സ് ഫൈൻ. നെക്സ്റ്റ് സെക്ഷൻ 12 നോക്കാം. സെക്ഷൻ 12 കുറച്ച് അത്യാവശ്യം പറയാനുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ ഇതിലുണ്ട്. നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എത്ര പഠിക്കാനുണ്ട്. ഇങ്ങനെ പോയി ഇത്രയും പറയാനുണ്ട്. കുറേ റൂൾസ് ഉണ്ട്. ഇത്രയും റൂൾസ് ഉണ്ട്. റൂള് 4, റൂള് 5, റൂള് 6 വരെ ഉണ്ടാവും. റൂള് 6 വരെ, എന്നിട്ട് സെക്ഷൻ 13ക്ക് പോകണുള്ളൂ. സോ അത്രയും വരെ നമ്മളിപ്പോൾ നോക്കും. സിമ്പിളാണ്. ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകാനേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ഇട്ടാന്ന് പറയാനേ ഉള്ളൂ. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യുകയും ചെയ്യാം. വെരി സിമ്പിൾ. ഞാൻ ഇങ്ങനെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള സെക്ഷൻ നമ്പർ, പ്ലേസ് ഓഫ് സപ്ലൈ ആൻഡ് എന്താ പറയുക സെക്ഷൻ നമ്പർ, അതിൻ്റെ ഏത് സപ്ലൈ ആണ്, സപ്ലൈ ഓഫ് സർവീസ് ഏതാണ്, നേച്ചർ ഏതാണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ടോ. അത് നോക്കിയാൽ തന്നെ ധാരാളമാണ് പ്ലേസ് ഓഫ് സപ്ലൈ പഠിക്കാൻ. സോ ഡോണ്ട് വറി അബൌട്ട് പ്ലേസ് ഓഫ് സപ്ലൈ. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഏതാണ് അധികം എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട് പ്ലേസ് ഓഫ് സപ്ലൈ, അത് ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. സോ നോക്കാം. ഇവിടെ ആദ്യം ഇവിടെ നോക്കണേ, ഈ സെക്ഷൻ 12ഉം 13ഉം തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഏകദേശം സെയിം ആണ്. ചില ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് സപ്ലൈ ഇവിടെ നോക്കിക്കേ. പ്ലേസ് ഓഫ് സപ്ലൈ ഇനി സർവീസ് ആണ്. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്, ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറും ലൊക്കേഷൻ ഓഫ് ദി റിസീപ്പൻറ്റും ഇന്ത്യയിലാണ്. സപ്ലയറുടെ ലൊക്കേഷൻ ഇന്ത്യയിലാണ്, റിസീപ്പൻറ്റും ഇന്ത്യയിലുള്ള ആളാണ്.
പക്ഷേ 13 അതല്ല കേസ്. ഇതിൽ ഏതെങ്കിലും ആരെന്തായിരിക്കും ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറോ റെസിപ്പിയൻ്റോ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ സെക്ഷൻ 13, രണ്ടും ഇന്ത്യയിലാണെങ്കിൽ സെക്ഷൻ 12. അപ്പോൾ ആദ്യം ഒന്ന് നോക്കുക, ക്വസ്റ്റ്യൻ വരുമ്പോൾ സെക്ഷൻ 13 ആണോ 12 ആണോ എടുക്കേണ്ടത് എന്നുള്ള ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആൻഡ് ഓഫ് ദി റെസിപ്പിയൻ്റ്. ഇവിടെ സപ്ലയറും ഇന്ത്യയിലാണ്, റെസിപ്പിയൻ്റും ഇന്ത്യയിലാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഔട്ട്സൈഡ് ഇന്ത്യ സെക്ഷൻ 13 പോകും. ഓക്കെ, നോക്കാം. ഇവിടെ എല്ലാ സെക്ഷൻ 13നും സെക്ഷൻ 12ലും ഒക്കെ എന്തുണ്ട്, ഒരു ജനറൽ പ്രൊവിഷൻ ഉണ്ട്, ഒരു ജനറൽ പ്രൊവിഷൻ. ഓക്കെ, ഇവിടെ ജനറൽ പ്രൊവിഷൻ നോക്കിക്കേ. ജനറൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറഞ്ഞ സ്പെസിഫിക്കലി വരാത്ത കേസ് ആണെങ്കിൽ പിന്നെ ഏതെടുക്കണ്ടേ, ജനറൽ. സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നാച്ചർ ഓഫ് സർവീസ് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, അതിന് പ്ലേസ് ഓഫ് സപ്ലൈ ഇവിടെ പറയുന്ന ഫിക്സഡ് ആക്കി വെച്ചിട്ടുണ്ട്, ഇതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ആ നാച്ചുറലൊന്നും വരാത്ത ഏതെങ്കിലും സർവീസ് ആണെങ്കിലോ ഏതെടുക്കുക, 12 എടുക്കുക, ജനറൽ ആയിട്ടുള്ളത് എടുക്കുക, അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. അപ്പോൾ ആ സ്പെസിഫിക് ഉള്ളത് നന്നായി നോക്കി വെക്കുക. അതിൽ വരാത്ത ഏത് കേസ് ആണെങ്കിലും പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്തെടുക്കണ്ടേ, സെക്ഷൻ 12, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 12 ജനറലി എന്താ പറയുന്നത്, സപ്ലൈ ഓഫ് സർവീസ് ടു ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ്. അതായത് ആ റെസിപ്പിയന്റ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, രജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, B2B ഉള്ള കേസില്ലേ, രജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ആണെങ്കിൽ ആ രജിസ്റ്റേർഡ് റെസിപ്പിയന്റിന്റെ ലൊക്കേഷനാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഒരു അൺരജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ആണ്, റെസിപ്പിയന്റ് ഇവിടെ അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ അഡ്രസ് ഉണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ്, അഡ്രസ് ഇല്ല എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ. ഇതാണ് ജനറൽ റൂൾ. അപ്പോൾ അതായത് രജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ആണെങ്കിൽ അയാളുടെ പ്ലേസ്, ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ്. അൺരജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ആണെങ്കിൽ അയാളുടെ അഡ്രസ് ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ ലൊക്കേഷൻ, അയാളുടെ ലൊക്കേഷൻ, ഇല്ലെങ്കിലോ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറുടെ ലൊക്കേഷൻ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരും. ഓക്കെ, മനസ്സിലായോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വരുന്നത് സ്പെസിഫിക് ഓരോരോ പ്രൊവിഷൻസ് ആണ്. സെക്ഷൻ 12(2)ലാണ് ജനറൽ പ്രൊവിഷൻ പറഞ്ഞത്. ഇനി 3 തൊട്ട് അങ്ങനെ പോകും. ഓക്കെ, 3 തൊട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഫസ്റ്റ് വൺ വരുന്നത് സർവീസസ് ഡയറക്ട്ലി ഇൻ റിലേഷൻ ടു ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ്. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സർവീസ് ആണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സപ്ലൈ അല്ല, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിലെ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ്. ഓക്കെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് ഇൻക്ലൂഡിങ് ഏതൊക്കെ സർവീസ് വിടും, ആർക്കിടെക്റ്റിൻ്റെ സർവീസ്, ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സിൻ്റെ സർവീസ്, അല്ലെങ്കിൽ സർവേയേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതർ എക്സ്പേർട്സ്, എസ്റ്റേറ്റ് ഏജൻറ്റ്സ്, ഇതൊക്കെ പെടും. ഇതാണ് ഒരു കാറ്റഗറി. രണ്ട്, എനി സർവീസ് പ്രൊവൈഡർ വെയർ റൈറ്റ് ടു യൂസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ റൈറ്റ് ടു യൂസ് സർവീസ് അല്ലേ, യെസ്. ഓർ ക്യാരിയിങ് ഔട്ട് ഓർ കോർഡിനേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്, ഒരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ക്യാരിയിങ് അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേഷൻ ഒക്കെ ഇതിൽ പെടും. ഓക്കെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിലേറ്റഡ് സർവീസാണ്. നെക്സ്റ്റ് വരുന്നത് സെയിം, ഇതൊക്കെ ഒരേ കാറ്റഗറി വരുന്നതാണ്. സർവീസസ് ബൈ ലോഡ്ജിങ് ഓഫ് അക്കോമഡേഷൻ ബൈ എ ഹോട്ടൽ. നമ്മൾ ഈ ലോഡ്ജ് ഒക്കെ അല്ലേ, ഹോട്ടൽ അക്കോമഡേഷൻ, ഇന്ന്, ഗസ്റ്റ് ഹൗസ്, ഹോം സ്റ്റേ, ക്ലബ്ബ്, ക്യാമ്പ് സൈറ്റ്, അങ്ങനത്തെ ഒക്കെ, ഇൻക്ലൂഡിങ് എ ഹൗസ് ബോട്ട് ഓർ എനി അതർ വെസൽ, ഹൗസ് ബോട്ടൊക്കെ ഇതിൽ പെടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസ് ഉള്ളത്. നെക്സ്റ്റ്, സർവീസ് ബൈ അക്കോമഡേഷൻ ഇൻ എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ ഓർഗനൈസിങ് എനി മാരേജ്, റിസപ്ഷൻ ഓർ അതർ മാറ്റേഴ്സ്. നമ്മളെ ഈ ഇതൊക്കെ ഇല്ലടോ, ഹാള്, ഈ ഓഡിറ്റോറിയം ഒക്കെ അങ്ങനത്തെ മാരേജ് പർപ്പസിനോ അല്ലെങ്കിൽ ഒഫീഷ്യൽ റിലീജിയസ് സെറിമണിക്കോ അല്ലെങ്കിൽ ബിസിനസ് ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഒരു അക്കോമഡേഷൻ കൊടുക്കുക. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്, എന്താ സാധനം, നമ്മളെ ഹാള്, എന്ത്, ഓഡിറ്റോറിയം ആണത്, ഓഡിറ്റോറിയം. ഓക്കെ, എനി സർവീസസ് ആൻസിലിയറി ടു ദ സർവീസസ് റെഫേർഡ് ടു ഇൻ ABC. അതായത് മേലെ പറഞ്ഞ ABC സർവീസസിന് ഏതെങ്കിലും അതിൻ്റെ കൂടെ, ആൻസിലിയറി എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ കൂടെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന വേറെ ഏതെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ അത്. ഇതിനൊക്കത്തിന് ഉത്തരം, ഇതിൻ്റെ ഈ 4 അല്ലെങ്കിൽ 5 ഉത്തരം പ്ലേസ് ഓഫ് സപ്ലൈ ഒന്ന് തന്നെയാണ്. ഇവിടെ പറയുന്നത് എന്താ, പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി ദി ലൊക്കേഷൻ അറ്റ് വിച്ച് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഈ ബോട്ട് വെസൽ പറഞ്ഞില്ല, ഒരു ബോട്ട് ഓർ വെസൽ ആസ് ദ കേസ് മേ ബി ഇൻറ്റൻഡഡ് ടു ബി ലൊക്കേറ്റഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി ലൊക്കേറ്റഡ്. അതായത് ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. വെരി സിമ്പിൾ അല്ലേ. ഇത്രയും പറഞ്ഞിട്ട് പറയാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, സിമ്പിൾ ഒറ്റ വേർഡ് പറയാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിലേറ്റഡ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇതേ ഉള്ളൂ, ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. സിമ്പിൾ, വെരി സിമ്പിൾ. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിലേറ്റഡ് സർവീസസിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഇൻറ്റൻഡ് ടു ബി ലൊക്കേറ്റഡ്, അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, എക്സാമ്പിൾ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അതിൻ്റെ കേസിൽ. ഇനിയാണ് പ്രശ്നം, ഇഫ് ദി ലൊക്കേഷൻ ഓഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓർ ബോട്ട് ഓർ വെസൽ ലൊക്കേറ്റഡ് ടു ബി ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, സപ്ലയറും ഇന്ത്യയിലാണ്, റെസിപ്പിയൻറ്റും ഇന്ത്യയിലാണ് കേട്ടോ, അങ്ങനെ ചിന്തിക്കണേ. പക്ഷേ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഔട്ട്സൈഡ് ഇന്ത്യ അങ്ങനെ വരുമോ, അങ്ങനെ വന്നാൽ എന്താ, പുറത്ത് പോയിട്ട് പണി ചെയ്യണ്ടേ, ചെയ്യണം. ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിങ്ങനെ പുറത്താണ്. ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ, പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണോ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കേസിൽ എന്ത് വരും, ഈ കേസിൽ പറഞ്ഞ് പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി ദി ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ്.
റെസിപ്പിയൻറ്റിൻ്റെ ലൊക്കേഷൻ ഏതാണോ അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞ 2 പോയിന്റ്. കാരണം ഇതാണ് ഇന്റർ ലെവലിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം. ഒന്നുകൂടി പറയാം. ഓക്കെ, ജനറലി ഇമ്മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ കേസിൽ സർവീസ് വരുമ്പോൾ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി അടുത്ത പ്രശ്നം വന്നത് ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലല്ല, ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. അങ്ങനെയാണെങ്കിൽ റെസിപ്പിയൻറ്റിൻ്റെ ലൊക്കേഷൻ ഏതാണോ അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. ഇത് ഓർത്ത് വെച്ചാൽ മതി മൈൻഡിൽ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, വേണ്ട. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഒരു പ്രശ്നം കൂടി വരികയാണ് അടുത്തത്. വേർ ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓർ ബോട്ട് ഓർ വെസൽ ഇസ് ലൊക്കേറ്റഡ് ഇൻ മോർ ദാൻ 1 സ്റ്റേറ്റ്. അയ്യോ, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി. ഇപ്പോൾ കുറേ സ്റ്റേറ്റുകളില്ലേ, അപ്പോൾ മോർ ദാൻ 1 സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പം എങ്ങനെ ചെയ്യും? ഇപ്പോൾ ബോട്ടൊക്കെ അങ്ങനെ ആയിക്കൂടെ, പല സ്റ്റേറ്റിൽ കൂടെ പോയിക്കൂടെ? അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയും? ഡൗട്ട്, കൺഫ്യൂഷൻ. എല്ലാ സ്റ്റേറ്റിൽ കൂടി പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി 2 സ്റ്റേറ്റും കൂടി അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും 2 സ്റ്റേറ്റിലും അതിൻ്റെ ലൊക്കേഷൻ ഉണ്ട്, ബോർഡറിലൊക്കെ ആയിട്ട് അത് ഇതുള്ള. അപ്പോൾ 2 സ്റ്റേറ്റിലും പോയിട്ടുണ്ട്, പകുതി അല്ലെങ്കിൽ 60-40 റേഞ്ചിൽ പോയിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ ഏതായിട്ട് എടുക്കും പ്ലേസ് ഓഫ് സപ്ലൈ? ദ സപ്ലൈ ഓഫ് സർവീസ് ഷാൽ ബി ട്രീറ്റഡ് ആസ് മെയ്ഡ് ഇൻ ഈച്ച് ഓഫ് ദി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് ഇൻ ദി പ്രൊപ്പോർഷൻ ടു ദി വാല്യൂ ഫോർ സർവീസസ് സെപ്പറേറ്റഡ്ലി കളക്റ്റഡ് ഓർ ഡിറ്റർമൈൻഡ് ഇൻ ദി ടേംസ് ഓഫ് കോൺട്രാക്ട് ഓർ എഗ്രിമെന്റ് എൻറ്റേർഡ് ഇൻ ടു ദിസ് റിഗാർഡ്. അതായത് ഇപ്പോൾ ഈ 2 സ്റ്റേറ്റിനായിട്ട് സെപ്പറേറ്റ്ലി ആണ് ഈ പറഞ്ഞ കളക്ട് ചെയ്യുന്നത്, എമൗണ്ട് കളക്ട് ചെയ്യുന്നത് സെപ്പറേറ്റ്ലി ആണ്. അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഈ 2 സ്റ്റേറ്റിൽ വരുന്നത് എന്ന് വെച്ചാൽ ഡിറ്റർമിനബിൾ ആണ്. പ്രൊപ്പോർഷനിൽ അറിയാൻ പറ്റും, ഇങ്ങനെ എത്ര ഡിറ്റർമിനബിൾ ആണ്. ആ സർവീസ് ഇവിടെ എത്രയെന്ന് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചെടുക്കാൻ പറഞ്ഞു പ്ലേസ് ഓഫ് സപ്ലൈ. എന്ന് വെച്ചാൽ 60% ഇവിടെയാണ്, 40% അടുത്ത സ്റ്റേറ്റിലാണെന്ന് കറക്റ്റ് എഗ്രിമെന്റ് അനുസരിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. ഡിറ്റർമിനബിൾ ആണെങ്കിൽ ഓക്കെ, 60% അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ, 40% ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ, ഫൈൻ, നോ ഇഷ്യൂ, ഓക്കെ, പ്രശ്നമില്ല. പക്ഷേ അതറിയില്ല ഇൻ ദി ആബ്സെൻസ് ഓഫ് സച്ച് കോൺട്രാക്ട്. അങ്ങനെ ഒരു കോൺട്രാക്ട് ഇല്ല, അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പറയും പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടെത്താൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ GST അടക്കണ്ട, ഞാൻ ഇന്ന് ഒഴിവായി കരുതുന്നത്. പറ്റൂല, സമ്മതിക്കില്ല. അപ്പോൾ പറഞ്ഞ് റെഫർ റൂൾ 4 അനുസരിച്ച് എടുത്തോ എന്ന് പറഞ്ഞു. ഫൈനൽ വെർഡിക്റ്റ്. അതായത് പ്രശ്നം എന്താ? മോർ ദാൻ 1 സ്റ്റേറ്റ് ആണ് എന്ത്? മോർ ദാൻ 1 സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബോട്ട് വെസലിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ, പല സ്റ്റേറ്റ് കൂടെ പോകുന്നത്. അപ്പോൾ ഈ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ കണ്ടെത്തും? എല്ലാ സീറ്റും കൂടിയാണ്. എല്ലാ സീറ്റും കൂടി എങ്ങനെ കണ്ടെത്തും? എല്ലാ സീറ്റും കൂടെ എങ്ങനെ പോകും? എങ്ങനെ കണ്ടെത്തും? അത്ര പ്രൊപ്പോർഷൻ എങ്ങനെ? അപ്പോൾ പറയാണ്, നിങ്ങളെ കോൺട്രാക്റ്റിലോ എഗ്രിമെന്റിലോ പ്രൊപ്പോർഷൻ കറക്റ്റ് പറയുന്നുണ്ട്, ഇത്ര പെർസെൻറ്റേജ് ഈ സ്റ്റേറ്റിൽ, ഇത്ര പെർസെൻറ്റേജ് ഈ സ്റ്റേറ്റിൽ നിന്ന് കറക്റ്റ്ലി ഐഡന്റിഫയബിൾ ആണെങ്കിൽ അത് വെച്ചെടുത്തോ. അത്രയും പെർസെൻറ്റേജ് അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ, ഇത്രയും പെർസെൻറ്റേജ് ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി അത് ആബ്സെന്റ് ആണ്, അങ്ങനെ ഒരു എഗ്രിമെന്റോ കോൺട്രാക്റ്റോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, റൂൾ 4 എടുത്തോ. 4 എങ്ങനെ പറയുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പഠിക്കണം? റൂള് 4 എന്താണ് പറയുന്നതെന്ന് പഠിക്കണം. സോ വി ആർ മൂവിങ് ടു റൂൾ 4. നോക്കാം. റൂൾ 4 എവിടെ? റൂൾ 4. ഓ, പാട്ട് പാടാൻ തോന്നുന്നു. ഇതാ എടുക്കുന്നു റൂൾ 4. ഓക്കെ, റൂൾ 4. സോറി, പാട്ട് പാടിപ്പോയി, എൻ്റെ അറിയില്ല അതെ. നമ്മൾ അങ്ങനെ പഠിക്കണം, പാട്ടൊക്കെ പാടി ചായ ഒക്കെ എടുത്ത് വെച്ച് അല്ലേ, ആ രീതിക്ക് നല്ല രസത്തിൽ വൈബിൽ പഠിക്കണം. ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി പഠിക്കണം. അടിപൊളിയാണ്. ഞാൻ പഠിക്കല് ചിലപ്പോൾ ഞാൻ പാട്ടൊക്കെ ഇട്ടിട്ട് പഠിക്കും, പാട്ട് കേട്ടിട്ട് പഠിക്കും, രസമാണ്. ഓക്കെ, അപ്പോൾ റൂൾ 4 എന്താ നോക്കാം. റൂൾ 4 എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കേസിൽ ഇവരൊക്കെ പറയുന്നത് അതന്നെ കേട്ടോ, ആ സെയിം പോയിന്റ്. ലൊക്കേറ്റഡ് ഇൻ മോർ ദാൻ 1 സ്റ്റേറ്റ് ആണെങ്കിൽ, ഇൻ ദി ആബ്സെൻസ് ഓഫ് കോൺട്രാക്ട് ഓർ എഗ്രിമെന്റ് ആണെങ്കിൽ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം? ഡിറ്റർമൈൻഡ് ഇൻ ദി ഫോളോയിങ് മാനർ. ഓക്കെ, ആ സെയിം ലൈനാണ്, ഞാൻ വീണ്ടും വായിക്കുന്നില്ല. അപ്പോൾ പറയാണ് ABCD അങ്ങനെ ഓരോ പോയിന്റ് പറയുന്നുണ്ട്. സർവീസസ് പ്രൊവൈഡഡ് ബൈ ലോഡ്ജിങ് അക്കോമഡേഷൻ ബൈ ഹോട്ടൽ, ഇൻക്ലൂഡിംഗ് ഗസ്റ്റ് ഹൗസ്, ക്ലബ്ബ്, വാട്ട് എവർ നെയിം കോൾഡ് സർവീസസ് ആക്സിലറി ടു സച്ച് സർവീസസ്. അതായത് ലോഡ്ജിങ്ങിൻ്റെ കേസ് അപ്പോൾ ഓരോ സെപ്പറേറ്റ്ലി ഓരോന്ന് പറയാം. അപ്പോൾ ബോട്ട് വെസൽ വേറെ പറയുന്നുണ്ടാവും, ലോഡ്ജിങ്ങിൻ്റെ കേസ് ഇവിടെ പറയുകയാണ്. അങ്ങനെ ഓരോന്ന് പറയണം. വെൻ സച്ച് പ്രോപ്പർട്ടി ഈസ് എ സിംഗിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് ഇൻ 2 or more കണ്ടീജിയസ് സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ്. അതായത് അടുത്തടുത്ത് നിൽക്കുന്ന 2 സ്റ്റേറ്റിൽ, 2 സ്റ്റേറ്റ് അടുത്തടുത്ത്, അതിൻ്റെ നടുവിലാണ് ഇതുള്ളത്. അപ്പോൾ കുറച്ച് ഭാഗം എവിടെയാവും? സിംഗിൾ പ്രോപ്പർട്ടി. കുറച്ച് ഭാഗം ഒരു സ്റ്റേറ്റിൽ, കുറച്ച് ഭാഗം വേറൊരു സ്റ്റേറ്റിലാണ്. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ്, ദ സപ്ലൈ ഓഫ് സർവീസസ് ഷാൽ ബി ട്രീറ്റഡ് as മെയ്ഡ് ഇൻ ഈച്ച് ഓഫ് ദി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് ഇൻ ദി പ്രൊപ്പോർഷൻ ഓഫ് ദി ഏരിയ ഓഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഏരിയ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഏരിയ ഓഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ആ ഏരിയ എത്രയാണ് നോക്കുക,
അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ ഡിറ്റർമിൻ ചെയ്യാനാണ് പറയുന്നത്. ജസ്റ്റ് ഈ എക്സാമ്പിൾ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. ഞാൻ വായിക്കുന്നില്ല. വെരി സിമ്പിൾ എക്സാമ്പിളാണ്, വെരി സിമ്പിൾ സാധനം. എത്ര ഏരിയ നോക്കുക ഓരോ സ്റ്റേറ്റിൽ, ആ ഏരിയ അനുസരിച്ച് എന്ത് ചെയ്യുക പ്രൊപ്പോർഷനേഷൻ എടുക്കുക. സിമ്പിൾ സാധനം. ഓക്കെ, ഇപ്പോൾ 2 സ്റ്റേറ്റിൽ ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ എത്ര ഏരിയ വരുന്നത് അതിനനുസരിച്ച് എടുക്കുക. വെരി വെരി സിമ്പിൾ സാധനം. ഓക്കെ, ഇനി അടുത്തത് കേസസ് എക്സെപ്റ്റ് വേർ സച്ച് പ്രോപ്പർട്ടീസ് സിംഗിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് ഇൻ 2 or more states or both സപ്ലൈ ഷാൽ ബി ഡിറ്റർമിൻഡ് ഇൻ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് സ്റ്റേഡ് ഇൻ ദ സ്റ്റേറ്റ്. അതായത് എനിക്ക് ഈ സിംഗിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ്, പക്ഷെ എനിക്ക് മേലെ പറഞ്ഞ രീതിയിൽ കണ്ടെത്താൻ പറ്റുന്നില്ല. ഓക്കെ, അതായത് മേലെ പറഞ്ഞ കേസ് അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസാണ്. അതാണ് കേസസ് എക്സെപ്റ്റ് വേർ സച്ച് പ്രോപ്പർട്ടി സിംഗിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് ഇൻ 2 or more states. മേലെ പറഞ്ഞ രീതിയിൽ ഒരുമിച്ച് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള നിൽക്കുന്നത് വേറെ ഏതെങ്കിലും രീതിയിലാണ് നിൽക്കുന്നത്. അതായത് വേറെ ഏതെങ്കിലും രീതിയിലാണ് 2 സ്റ്റേറ്റിൽ നിൽക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതായത് മേലെ പറഞ്ഞ കേസും അല്ല, വേറെ ഏതോ കേസാണ്. അപ്പം റെസിജ്വൽ ആയിട്ട് പറയാടാ, നീ ഒഴിവാക്കി തരുന്നില്ല. അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താ, പ്ലേസ് ഓഫ് സപ്ലൈ അറിയില്ലെങ്കിൽ പിന്നെ GST എങ്ങനെ കളക്ട് ചെയ്യും? മനസ്സിലായി? അപ്പോൾ ആ പോയിന്റ് അതിന് ലൂപ്പ് ഹോൾ അടക്കുകയാണ്. അതായത് മേലെ പറഞ്ഞ കേസും അല്ല, വേറെ ഏതെങ്കിലും കേസ്. അങ്ങനെയാണെങ്കിൽ പറയണത് എത്ര നൈറ്റ് സ്റ്റേ ചെയ്ത് നോക്കുക. ഹോട്ടലല്ലേ, ഹോട്ടലല്ലേ. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ 2 സ്റ്റേറ്റ് ഒരുമിച്ചല്ല, ഇപ്പോൾ 2 ഹോട്ടലാണ്. അതായത് ഒരേ ടീമിൻ്റെ 2 ഹോട്ടൽ, ഒന്ന് കേരളത്തിൽ ഒന്ന് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഈ കേസിൽ എനിക്ക് തമിഴ്നാട്ടിൽ എത്ര ദിവസം സ്റ്റേ ചെയ്ത്, കേരളത്തിൽ എത്ര ദിവസം സ്റ്റേ ചെയ്തെന്ന് അറിഞ്ഞാൽ മതി. അതനുസരിച്ച് ആ പ്രൊപ്പോർഷനേറ്റ് അനുസരിച്ച് എന്ത് ചെയ്യാം, എനിക്ക് പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യാം. അതാണ് ഉദ്ദേശിച്ചത്. പക്ക എക്സാമ്പിൾ. ഓക്കെ, ഇപ്പോൾ 2 സ്റ്റേ ആ നൈറ്റിൽ എത്ര സ്റ്റേ, അതിന് താഴെയുള്ള എക്സാമ്പിളും പറയുന്നത്. ജസ്റ്റ് യു ക്യാൻ പോസ് ആൻഡ് റീഡ് ഇറ്റ്. എത്രയാണോ ഇവിടെ 30,000 ആണ് കൺസോളിഡേറ്റഡ് സമ്മ്. 2 നൈറ്റ്സ് ഡൽഹിയിലും 1 നൈറ്റ് ആഗ്രയിലുമാണ്. അപ്പോൾ 2:1 റേഷ്യോയിൽ, അതായത് 20,000 ഡൽഹിയിലും 10,000 ആഗ്രയിലും. സിമ്പിൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ എത്ര നൈറ്റ് സ്റ്റേ ചെയ്ത് നോക്കുക. ഇവിടെ നോക്കേണ്ടത് നൈറ്റ് സ്റ്റേഡ് കണ്ട, അവിടെ ഏരിയ ആയിരുന്നു, നൈറ്റ് സ്റ്റേഡ് നോക്കുക. ഇപ്പോൾ സിംഗിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് ഇൻ മോർ ദാൻ 1 സ്റ്റേറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലാത്ത ഏതെങ്കിലും കേസ് ആണെങ്കിൽ നൈറ്റ് സ്റ്റേഡ്. സിംഗിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് ഇൻ മോർ ദാൻ 1 സ്റ്റേറ്റ് ആണെങ്കിൽ ഏരിയ, ഇവിടെ നൈറ്റ്. ഓക്കെ, യു ക്യാൻ പോസ് ആൻഡ് റീഡ് ദി എക്സാമ്പിൾ വായിക്കുന്നില്ല, ലെങ്തി ആയിപ്പോൾ വെറുതെ ഞാൻ വായിച്ചിരുന്നു, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, നെക്സ്റ്റ്, ഓൾ അതർ സർവീസസ് ഇൻ റിലേഷൻ ടു ഇമ്മോൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് സർവീസസ് ബൈ ഓഫ് അക്കോമഡേഷൻ ഇൻ എനി ഇമ്മോൾ പ്രോപ്പർട്ടി ഫോർ ഓർഗനൈസിംഗ് എനി മാരേജ്. നമ്മളെ മാരേജ് റിസപ്ഷൻ ഒക്കെ പറഞ്ഞില്ലേ, നമ്മളെ ഓഡിറ്റോറിയം, അങ്ങനത്തെ കേസ് ആണെങ്കിൽ ഷാൽ ബി ട്രീറ്റഡ് ആസ് മെയ്ഡ് ഇൻ ഈച്ച് ഓഫ് ദി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് ഓൺ ടെറിട്ടറി ഇൻ ദി ഏരിയ ഓഫ് ഇമ്മോൾ പ്രോപ്പർട്ടി. ആ കേസിലും ഏരിയയാണ് പറയുന്നത്. അതായത് നമ്മൾ ഓഡിറ്റോറിയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 സ്റ്റേറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഏരിയ അനുസരിച്ച് എടുക്കുക. ഇനി സർവീസ് പ്രൊവൈഡ് ബൈ ലോഡ്ജിങ്, ഹൗസ് ബോട്ട് ഒക്കെ ആണെങ്കിൽ ഹൗസ് ബോട്ട് ഓർ എനി അതർ വെസൽ ഓർ സച്ച് ആൻസിലറി സർവീസസ്. അതായത് ഹൗസ് ബോട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസിൻ്റെ കേസിൽ താഴെ ഉണ്ടാവും എങ്ങനെ എടുക്കേണ്ടതെന്നതിൽ ടൈം സ്പെൻഡ് പ്രൊപ്പോർഷൻ ടു ദി ടൈം സ്പെൻഡ്. എത്രയാണോ ഓരോ, ഇപ്പം ബോട്ട് കുറച്ച് കേരളത്തിൽ നിന്ന് അത് നേരെ പോയത് തമിഴ്നാട്ടിൽ, അപ്പം എത്ര ടൈം കേരളത്തിൽ, എത്ര ടൈം തമിഴ്നാട്ടിൽ, അതിനനുസരിച്ച് പ്രൊപ്പോർഷൻ ചെയ്യാം. എന്തായാലും സമ്മതിച്ച് തരണേ ഇല്ല ഒഴിവാക്കി തരാൻ GSTയിൽ നിന്ന്. അതാണ് GST. ഓക്കെ, അപ്പോൾ എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ ടൈം സ്പെൻഡ് ഇത് നിങ്ങൾക്ക് ഷോർട്ടാക്കി എഴുതടാ. ഇത്രയും ലെങ്ത് ആയിട്ട് വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഇതാണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പം സിംഗിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് മോർ ദാൻ ഇത്ര ഏരിയ. അടുത്ത ഇതാണ് ഷോർട്ട് നോട്ട്. അതായത് അടുത്ത് പറയുന്നത് എന്ത്, നമ്മളെ ഓൾ കേസസ് എക്സെപ്റ്റ് ആ കേസ് എന്താ, നമ്മുടെ എത്ര നൈറ്റ് സ്റ്റേ ചെയ്ത്. ഹൗസ് ബോട്ട് ആണെങ്കിൽ പ്രപ്പോർഷൻ ഓഫ് ടൈം. ഇതാണ് നോട്ട്. ഇത് മതി. എക്സാമിന് തൊട്ട് മുമ്പ് ഇത് വായിച്ചു പോയി കഴിഞ്ഞാൽ പക്കയാടാ. നിങ്ങൾ ഈ മൊത്തം നോട്ട് കയറി ഇത് വായിക്കാം, ഒട്ടേം ഫ്രീ ചെയ്ത് അപ്പം തന്നെ നോട്ട് ഉണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. പല ആൾക്കാർക്കും ഒന്നും അറിയില്ല, അതാണ് പ്രശ്നം. ഓക്കെ, പഠിക്കാനുള്ള അറിയില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാട്സ്ആപ്പ് മീ, നമുക്ക് ഒരുമിച്ച് ഒരു പരിഹാരം കണ്ടെത്താം. എങ്ങനെയെങ്കിലും നമുക്കിത് ക്രാക്ക് ചെയ്യണടാ, പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. റൂൾ 4 കഴിഞ്ഞു. ഈ സിമ്പിൾ സാധനത്തിനെയാണ് നിങ്ങൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കി പറഞ്ഞിരുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈ ടഫാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ഇട്ട്. ഇതുവരെ പഠിച്ചിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ ടഫായിട്ടാണ് തോന്നുന്നത്, ഈസി ആയില്ലേ? സോ കമൻറ്റ്. നിങ്ങളെ കമൻറ്റാണ് എൻ്റെ വിജയത്തിൻ്റെ സേനാനി, നിങ്ങളുടെ കമൻറ്റ്. ഓക്കെ, സോ അത് കഴിഞ്ഞു ഇമ്മോൾ പ്രോപ്പർട്ടീൻ്റെ കഴിഞ്ഞു. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് റെസ്റ്റോറൻറ്റ്, ഇനി കുറച്ച് എളുപ്പാട്ടാ, അധികം വലിയ പണിയില്ല. ഇൻ കേസ് ഓഫ് റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ്, പേഴ്സണൽ ഗ്രൂമിംഗ്, ഫിറ്റ്നസ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത് സർവീസ് ഇൻക്ലൂഡിംഗ് കോസ്മെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി. ഈ റെസ്റ്റോറൻറ്റ്, കാറ്ററിങ്, പേഴ്സണൽ ഗ്രൂമിങ്, ഹെൽത്ത് സർവീസ്, പ്ലാസ്റ്റിക് സർജറി ഒക്കെ അങ്ങനത്തെ ഒക്കെ എന്നുണ്ടെങ്കിൽ എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ? ലൊക്കേഷൻ അല്ല, പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ്? പ്ലേസ് ഓഫ് സപ്ലൈ വെരി സിമ്പിൾ, ഷാൽ ബി ദി ലൊക്കേഷൻ വെർ ദി സർവീസസ് ആക്ച്വലി പെർഫോംഡ്. എവിടെയാണോ ആ സർവീസ് പെർഫോം ചെയ്യുന്നത്, എവിടെയാണോ സർവീസ് ചെയ്യുന്നത്, ആ സർവീസ് ചെയ്യുന്ന സ്ഥലമാണ് പ്ലേസ് ഓഫ് സപ്ലൈ. എന്തത്, വെരി സിമ്പിൾ. ഓക്കെ, അതിൽ കുറേ കാര്യങ്ങൾ പെടുന്നുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ? റെസ്റ്റോറൻറ്റ്, കാറ്ററിംഗ്, പേഴ്സണൽ ഗ്രൂമിംഗ്, ഫിറ്റ്നസ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത് സർവീസ് ഇൻക്ലൂഡിംഗ് കോസ്മെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി.
where the location were actually performed. Okay, simple. അടുത്ത് 5. In case of service in relation to training and performance appraisal, നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ അല്ലേ, എംപ്ലോയീസിനൊക്കെ ട്രെയിനിങ് കൊടുക്കും, ചില സ്റ്റാഫിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടി, അങ്ങനത്തെ ഒക്കെ ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ പരിപാടി കൊടുക്കുകയാണ്, അങ്ങനത്തെ സർവീസാണ് ചെയ്യുന്നത്. അത് ഒരു രജിസ്റ്റേർഡ് പേഴ്സണാണ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ. ഇതിങ്ങനെ ആരോണ്, ഓരോന്നാണ് ഇതിങ്ങനെ. ഓക്കെ. ഇനി അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ചെയ്യുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ വെർ ദി സർവീസസ് ആക്ച്വലി പെർഫോംഡ്. വെരി സിമ്പിൾ ആണ്. അതായത് ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ ആണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ലൊക്കേഷൻ, അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ സർവീസസ് ആക്ച്വലി പെർഫോംഡ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ് ഫിറ്റ്നസ് ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ഒരു രജിസ്റ്റേർഡ് പേഴ്സണാണ് ചെയ്തത്. അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സണൽ ലൊക്കേഷൻ ആണോ നോക്കേണ്ടത്? അല്ല, ഇവിടെ ഒറ്റൊന്നേ ഉള്ളൂ, എന്താ? ആക്ച്വലി പെർഫോംഡ്. ഇങ്ങനെയാണ് കൺഫ്യൂസ് ചെയ്യുക എക്സാമിന്. മനസ്സിലായോ? ഇവിടെ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ കാര്യം ഇതിൽ പറയുന്നില്ല, റെസ്റ്റോറൻറ്റ് കാറ്ററിംഗിൽ പറയുന്നില്ല. ഓക്കെ, ശ്രദ്ധിക്കണേ. അവിടെ ആക്ച്വലി പെർഫോം ചെയ്ത് എവിടെയാണോ അത്. ഇവിടെ എങ്ങനെയാണ്? രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ, രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ ആക്ച്വലി പെർഫോംഡ് എവിടെയാണോ അത്. മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. 6. സർവീസസ് പ്രൊവൈഡഡ് ബൈ വേ ഓഫ് അഡ്മിഷൻ ടു എ കൾച്ചറൽ, ആർട്ടിസ്റ്റിക്, സ്പോർട്ടിംഗ്, സയന്റിഫിക്, എഡ്യൂക്കേഷണൽ, എന്റർടൈൻമെന്റ് ഇവന്റ് ഓർ അമ്യൂസ്മെന്റ് പാർക്ക്. നമ്മൾ ഈ അമ്യൂസ്മെന്റ് പാർക്ക്, സ്പോർട്ടിംഗ് ഇവന്റ്സ്, സർക്കസ് ഒക്കെ പോലത്തെ സാധനങ്ങളില്ല, അത് അതിൻ്റെ ഒക്കെ കേസിൽ എവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ? പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി ഇവന്റ് ഈസ് ആക്ച്വലി ഹെൽഡ്. എവിടെയാണോ ആ ഇവന്റ് ആക്ച്വലി നടക്കുന്നത് അവിടെ, ആ പാർക്ക് എവിടെയാണോ അവിടെ, അല്ലെങ്കിൽ സച്ച് അതർ പ്ലേസ് ലൊക്കേറ്റഡ്. അതായത് ആ ഇവന്റ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ആ എന്റർടൈൻമെന്റ്, ആ സർവീസ് ഇല്ല, ആ ഇവന്റ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ട്, അമ്യൂസ്മെന്റ് പാർക്ക് എവിടെയാണോ ഉള്ളത്, അതാണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ. സിമ്പിൾ അല്ലടാ. ആണ്. അടുത്തത് സർവീസസ് പ്രൊവൈഡഡ് ബൈ ഓർഗനൈസേഷൻ ഓഫ് കൾച്ചറൽ, ആർട്ടിസ്റ്റിക്, സ്പോർട്ടിംഗ്, സയന്റിഫിക്, എഡ്യൂക്കേഷണൽ, എന്റർടൈൻമെന്റ് ഇവന്റ് ഇൻക്ലൂഡിംഗ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ റിലേഷൻ ടു കോൺഫറൻസ്, ഫെയർ, എക്സിബിഷൻ, സെലിബ്രേഷൻ ഓർ സിമിലർ ഇവന്റ്സ് ഓർ സർവീസസ് ആൻസിലറി. മേലെ പറഞ്ഞതിന് അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തു. ഓക്കെ, ആർട്ടിസ്റ്റിക്, സ്പോർട്ടിംഗ്, സയന്റിഫിക്, ഫെയർ, എക്സിബിഷൻ, സെലിബ്രേഷൻ ഓർ സിമിലർ ഇവന്റ്സ് ആവാം, അല്ലെങ്കിൽ സർവീസസ് ആൻസിലറി ടു ഓർഗനൈസേഷൻ ഓഫ് എനി ഇവന്റ്സ് ഓർ സർവീസസ് റെഫർ ടു ഇൻ ക്ലോസ് എ. മേലെ പറഞ്ഞതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൻസിലിയറി, അതുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും അതർ സർവീസസും കൂടി ചെയ്യുകയാണ്. ഓർ അസൈനിങ് ഓഫ് സ്പോൺസർഷിപ്പ് ടു സച്ച് ഇവന്റ്സ്, സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന സർവീസാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, ഓക്കെ. ദെൻ അതൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ സർവീസസ് പ്രൊവൈഡഡ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ. ഇനി അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ദ ഇവന്റ് ഈസ് ആക്ച്വലി ഹെൽഡ് എവിടെയാണോ അത്. ഓക്കെ, ഇവന്റ് ആക്ച്വലി ഹെൽഡ് ചെയ്താണ് അത്. ഇനി അടുത്ത ചോദ്യം, ആ ഇവന്റ് ഹെൽഡ് ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ദ ഇവന്റ് ഈസ്, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, MCQ ആണോ എന്താണെന്നറിയില്ല. ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ചാലഞ്ചിൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവന്റ് ആക്ച്വലി ഹെൽഡ് ചെയ്ത് എവിടെയാണോ അവിടെ, അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ. ഇനി ഇവന്റ് ഈസ് ഹെൽഡ് ഔട്ട്സൈഡ് ഇന്ത്യ. സപ്പോസ് ഇവന്റ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി റിസീപ്പിയന്റ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവൻ സ്പോൺസർഷിപ്പ് അടക്കം വരുന്നുണ്ട് ടു സച്ച് ഇവന്റ്സ്. അതിന്റെ സ്പോൺസർഷിപ്പ് അടക്കം വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സണാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ. ഇനി അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് ആക്ച്വലി ആ ഇവന്റ് ഹെൽഡ് ചെയ്ത് എവിടെയാണോ അത്. ആ ഇവന്റ് ഇനി ഔട്ട്സൈഡ് ഇന്ത്യയാണ് ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി റിസീപ്പിയന്റ്. ക്ലിയർ? ഓക്കെ. Where the event is held in more than one state or union territory and a consolidated amount is charged for supplying of services related to such event. ഇനി മോർ ദാൻ വൺ സ്റ്റേറ്റിലാണ് ഇവന്റ് നടന്നത്, അങ്ങനെയാണെങ്കിൽ എങ്ങനെ പ്രൊപ്പോർഷൻ ചെയ്യും? എന്നിട്ടൊരു കൺസോളിഡേറ്റഡ് എമൗണ്ടാണ് വാങ്ങിയത്, സർവീസിന് ചാർജ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സച്ച് സർവീസ് ഷാൽ ബി ടേക്കൺ ബീങ് ഇൻ ഈച്ച് ഓഫ് ദി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഓർ യൂണിറ്റ് ടെറിട്ടറി ഇൻ ദ വാല്യൂ ഓഫ് സർവീസസ് സെപ്പറേറ്റ്ലി കളക്ടഡ് ഓർ ഡിറ്റർമൈൻ ഇൻ ടേംസ് ഓഫ് ദി കോൺട്രാക്ട് ഓർ എഗ്രിമെന്റോ കോൺട്രാക്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നതിനനുസരിച്ച് അതിൽ ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ അതിൽ ഡിറ്റർമിനബിൾ ആണെങ്കിൽ അതനുസരിച്ച് എടുക്കുക. അത് ആബ്സെന്റ് ആണെങ്കിൽ റൂൾ 5 എടുക്കുക. നേരെ പറഞ്ഞ റൂൾ 4 ഇല്ല, അതേപോലെ അവിടെ പറഞ്ഞ അതേപോലെ തന്നെ. ആബ്സെന്റ് ആണെങ്കിൽ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച്, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ റൂൾ 4 ആയിരുന്നു, ഇവിടെ റൂൾ 5 എടുക്കാൻ പറഞ്ഞു. റൂൾ 5 പോയേക്കാം. ഇതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ സൈഡിലുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിച്ചു നോക്കെ. ഭയങ്കര നിങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ മതി. റൂൾ 5 എടുത്ത് നോക്കാം. വേർ ഈസ് റൂൾ 5? റൂൾ 5 ഇത് ജസ്റ്റ് ഒന്നും ഞാൻ വായിക്കുന്നില്ല, സെയിം പോയിന്റ് ആണ്. നമുക്ക് ആകെ വേണ്ട ഒറ്റ സാധനമേ ഉള്ളൂ. ഡിറ്റർമൈൻഡ് ബൈ അപ്ലിക്കേഷൻ ഓഫ് ജനറൽ അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഗ്യാപ്പ് അനുസരിച്ച് എടുക്കാൻ, നമ്മളെ അക്കൗണ്ട്സിലെ ഗ്യാപ്പ് ഇല്ലേ, ഗ്യാപ്പ് അനുസരിച്ച് എടുക്കാൻ. ഓക്കെ, ആസ് പെർ ഗ്യാപ്പ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എക്സാമ്പിൾ. ജസ്റ്റ് പോസ് ആൻഡ് റീഡ് ദിസ് എക്സാമ്പിൾ. നിങ്ങൾക്ക് ഐഡിയ കിട്ടും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പറഞ്ഞ ഗ്യാപ്പ് അനുസരിച്ച് എടുക്കാനാണ്. അപ്പോൾ അവിടെ പറയും, ആ എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് പോസ് ആൻഡ് റീഡ് ഇറ്റ്.
മതി. ദാറ്റ്സ് ഓൾ അബൌട്ട് റൂൾ 5. റൂൾ 5 ആകെ പറഞ്ഞ് ഗ്യാപ്പ് അനുസരിച്ച് എടുക്കാം, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് എടുക്കാൻ പറഞ്ഞു. സെക്കൻഡ് നോൺ ഇങ്ങനെ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഗ്യാപ്പ് അനുസരിച്ചും പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് പറയുന്നത് റൂൾ. ഓക്കെ, സിമ്പിളാണ്. അടുത്തത് നെക്സ്റ്റ് റൂൾ 4 റൂൾ 5 കഴിഞ്ഞ്. അടുത്തത് 8ാമത്തത്, ഇൻ കേസ് ഓഫ് സർവീസസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിംഗ് മെയിൽ ഓർ കൊറിയർ ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ. അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഇല്ലേ, ഈ ബൈ മെയിൽ കൊറിയറൊക്കെ അയക്കുന്ന GT ഒക്കെ പോലത്തെ അങ്ങനത്തെ, അത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും, രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷൻ, ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷൻ ഏതാണോ അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി ലൊക്കേഷൻ അറ്റ് വിച്ച് ഗുഡ്സ് ആർ ഹാൻഡഡ് ഓവർ ഫോർ ദി ട്രാൻസ്പോർട്ടേഷൻ. എവിടെ നിന്നാണ് ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ആ ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്ലേസ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഇനി പ്രൊവൈഡഡ് ദാറ്റ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഈസ് ടു പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇനി പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിലോ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഓഫ് സച്ച് ഗുഡ്സ്. ആ ഗുഡ്സിൻ്റെ ഡെസ്റ്റിനേഷൻ ഏതാണോ അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇതിനൊരു ക്ലാരിഫിക്കേഷനിലാണ് ആക്ച്വലി ഈ സാധനം വന്നത്, ഒരു ലേറ്റസ്റ്റ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, ലൊക്കേഷൻ ഓഫ്, ഇവിടെ നോക്കടാ, സർവീസ് ചെയ്യുന്ന സപ്ലയർ ഇന്ത്യയിൽ, റെസിപ്പൻറ്റും ഇന്ത്യയിൽ. ഓക്കെ, ആ റെസിപ്പൻറ്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷനാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ആ റെസിപ്പൻറ്റ് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ എവിടെയാണ് ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ, അതും ഓക്കെ. പക്ഷേ ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ടാണ്. ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ പുറത്തോട്ടാണ് പോകുന്നത്, ഡെസ്റ്റിനേഷൻ പുറത്തോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം, അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ വെച്ചിട്ടല്ല, പ്ലേസ് ഓഫ് സപ്ലൈ വിത്ത് ഏതാ നോക്കണ്ടേ, ഗുഡ്സിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇപ്പോൾ ഗുഡ്സ് ഡിസൈൻ ചെയ്യുന്നത് ഈ പറഞ്ഞ ചൈനയിലാണെങ്കിൽ ചൈനയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ അവിടെ ഇൻഡർസ്റ്റേറ്റിൽ വരിക, ഇൻഡർസ്റ്റേറ്റാണ് വരിക. ഇത് പറഞ്ഞിട്ടുള്ളത് ക്ലാരിഫിക്കേഷൻ അല്ല. ഈ ക്ലാരിഫിക്കേഷൻ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ലാസ്റ്റ് പറയണ്ടല്ലോ, അപ്പം തന്നെ പറഞ്ഞു പോകുന്നതല്ലേ നല്ലത്. അത് റിലേറ്റഡ് ക്ലാരിഫിക്കേഷൻ അപ്പം തന്നെ പറയുന്നതല്ല നല്ലത്. നമുക്ക് ഇപ്പം തന്നെ പറയാം. താഴെയാണ് ക്ലാരിഫിക്കേഷൻ വരുന്നത്. ഇതാ ഈ ക്ലാരിഫിക്കേഷനാണത്. 2022 ഈ ക്ലാരിഫിക്കേഷൻ വന്നത്. റെസിപ്പൻ എൻറ്റൈറ്റിൽഡ് ടു ITC where the place of supply determined in terms of proviso 12(8) of the IGST Act is outside India. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞ ആ 12(8) ഇല്ലേ, ആ കേസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിൻ്റെ ഡെസ്റ്റിനേഷൻ ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ആ കേസിലെ ചോദ്യം പ്രശ്നം ഇതായിരുന്നു, ITC കിട്ടുമെന്ന്. ITC കിട്ടുമെന്നായിരുന്നു ചോദ്യം. കിട്ടുമെന്നാണ് ഉത്തരം. അത് ഇങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞെന്നുള്ളൂ, നമുക്ക് വേണ്ട കാര്യം മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് ചോദിച്ചത് ഇൻക്ലൂഡിങ് കൊറിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് ആൻഡ് ലൊക്കേറ്റഡ് ഇന്ത്യ വാട്ട് വുഡ് ബി ദി പ്ലേസ് ഓഫ് സപ്ലൈ. ഫസ്റ്റ് ചോദ്യം ഏതായിരുന്നു, പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും എന്നുള്ളത്. അത് നമുക്ക് ഉത്തരം കിട്ടി എന്താണ്, ഡെസ്റ്റിനേഷൻ ഓഫ് ഗുഡ്സ് ഏതാണോ അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ളത്. ഓക്കെ, ഡെസ്റ്റിനേഷൻ വേർ ദി ഗുഡ്സ് ആർ ബീങ് ട്രാൻസ്പോർട്ടഡ് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ദി കൺസേൺഡ് ഫോറിൻ ഡെസ്റ്റിനേഷൻ വേർ ദി ഗുഡ്സ് ആർ ബീങ് ട്രാൻസ്പോർട്ടഡ്. ക്ലാരിഫിക്കേഷൻ അത് പറഞ്ഞ് ഇതെങ്ങനെയാണെന്ന്. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചു, ഇങ്ങനെയാണ് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവുക. അത് ഇന്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണോ എന്ന് അടുത്ത ചോദ്യം. വെദർ വിൽ ബി ട്രീറ്റഡ് ആസ് ഇന്റർ, ഒബ്വിയസ്ലി ഇന്റർ സ്റ്റേറ്റ്, കാരണം പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണെങ്കിൽ, ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഒബ്വിയസ്ലി അത് ഇന്റർ സ്റ്റേറ്റ് ആണ്. സോ ഇറ്റ് വിൽ ബി ഇന്റർ സ്റ്റേറ്റ്. ഏതാ ചാർജ് ചെയ്യുക അപ്പോൾ, IGST ആണ് ചാർജ് ചെയ്യുക, അതും എളുപ്പമായി. അടുത്ത ചോദ്യം ഇവിടെ വുഡ് ബി എലിജിബിൾ ടു അവൈൽ ITC കിട്ടുമെന്ന് ചോദിച്ചു. ITC കിട്ടും എന്നാണ് അതിൻ്റെ ഉത്തരം. ഇവിടെ ഓടി റെസ്ട്രിക്ട് ചെയ്യുന്നൊന്നുമില്ല, സെക്ഷൻ 16 17 ഒന്നും ഇതിനെക്കുറിച്ച് ഓടി റെസ്ട്രിക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. സോ ഇറ്റ് വുഡ് ബി എലിജിബിൾ ടു ടേക്ക് ITC. ഇത്ര ഉള്ളൂ സംഭവം. ഒരു ക്ലാരിഫിക്കേഷൻ, അതായത് ഡൗട്ട് വന്നപ്പോൾ ക്ലാരിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് ഉത്തരം കിട്ടിയതിനൊക്കെ ഇത്രേ ഉള്ളൂ. മതി. ക്ലാരിഫിക്കേഷൻ അങ്ങനെ നോക്കിയാൽ ഡീപ്പായിട്ട്, ചില ക്ലാരിഫിക്കേഷൻ ഡീപ്പായിട്ട് നോക്കണം. ഇതൊന്നും നമുക്ക് ഡീപ്പായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ക്ലാസ്സിൽ ഞാൻ വേണ്ടത് ഞാൻ ഡീപ്പായിട്ട് പറയാറുമുണ്ട് ക്ലാരിഫിക്കേഷൻസ്. കഴിഞ്ഞു, ഫിനിഷ്, കഥം, ടാറ്റ. അല്ല, ടാറ്റ ബൈ ബൈ ആയി പറയാനായിട്ടില്ല, ആ സാധനം കഴിഞ്ഞു. നെക്സ്റ്റ്, അപ്പോൾ 8 കഴിഞ്ഞ് ഇങ്ങനെയാണ്. ഇനിയുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് നോക്കി വെക്കാൻ ഭാഗത്തിനുള്ള സാധനങ്ങളുണ്ട്. ഈ എക്സാമ്പിൾ യു ക്യാൻ റീഡ്. ഓക്കെ, ജസ്റ്റ് പോസ് ആൻഡ് റീഡ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കിത്തരാം. ജസ്റ്റ് പോസ് ആൻഡ് റീഡ്, സിമ്പിളാണ്. ഓക്കെ, എക്സാമ്പിൾ വായിച്ചാൽ ഒന്നുകൂടി പക്കയോ, മീൻസ് നമുക്കിവിടെ വായിക്കാനുള്ള ഡീറ്റെയിൽഡ് ആവും ക്ലാസ് കഴിഞ്ഞിട്ട്. ഇത്രയും ഡീറ്റെയിൽ ആയ ബോറടിക്കുമല്ലോ.
ഇൻ കേസ് ഓഫ് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ, മേലെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷനാണ് പറഞ്ഞത്. സെയിം കേസ് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ. ടു എ അതർ ദാൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി പ്ലേസ് വെർ ദി പാസഞ്ചർ എംബാർക്സ് ഓൺ ദി കൺവെയൻസ്. എവിടെ നിന്നാണ് എംബാർക്ക് ചെയ്യുന്നത്, തുടങ്ങുന്നത് എവിടെയാണോ അവിടുന്ന്, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. മിസ്റ്റർ അമർ, രജിസ്റ്റേർഡ് person in New Delhi, travels from Mumbai to Bangalore in Airjet flight. Mr. Amar bought the tickets for the journey from Airjet's office, registered in New Delhi. The place of supply shall be ഇവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, സോ അയാളുടെ പ്ലേസ് ഏതാ, ന്യൂഡൽഹി, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. കഴിഞ്ഞ് ഇനി അൺരജിസ്റ്റേർഡ് പേഴ്സൺ നോക്കാം. മിസ്റ്റർ സി, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഇൻ ചെന്നൈ, ഹാസ് കം ടു ഡൽഹി ഓൺ എ വെക്കേഷൻ. ഹി ബൈസ് പ്രീപെയ്ഡ് ഡൽഹി മെട്രോ കാർഡ് ഫ്രം ഡൽഹി മെട്രോ ഫോർ ഹാസൽ ഫ്രീ commute in the national capital region. Recipient being the interested person, the place of supply shall be the address of Mr. C, that is Chennai. If address of C is not available with the Delhi Metro, the place of supply shall be the location of the supplier. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. ഒരു കണ്ടിന്യൂസ് ജേണി ആണെന്നുണ്ടെങ്കിലാണ്, ഒരു കണ്ടിന്യൂസ് ജേണി ആണെന്നുണ്ടെങ്കിൽ ആ എവിടെയാണോ അവർ എംബാർക്ക് ചെയ്യുന്നത്, എവിടെ നിന്നാണോ തുടങ്ങുന്നത്, ആ തുടങ്ങുന്ന പ്ലേസ്, അതായത് ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആയിരിക്കും അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ചെയ്യുന്നത്. ടു അതർ ദാൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ വേൽ ദി പാസഞ്ചർ എംബാർക്സ് ഓൺ ദി കൺവെയൻസ്. ഈ കേസിൽ ഇയാളെ ലൊക്കേഷൻ അറിയുന്നുണ്ടെങ്കിൽ അയാളുടെ ലൊക്കേഷൻ ആയിട്ട് എടുക്കാം, പക്ഷെ അയാളുടെ ലൊക്കേഷൻ അറിയില്ല. മനസ്സിലായി? അയാളുടെ ലൊക്കേഷൻ അറിയാന്നുണ്ടെങ്കിൽ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ലൊക്കേഷൻ എങ്ങനെ അറിയാൻ ചാൻസ് ഇല്ല. അറിയാന്നുണ്ടെങ്കിൽ അയാളുടെ ലൊക്കേഷൻ ആയിട്ട് എടുക്കാം. അയാളുടെ ലൊക്കേഷൻ അറിയില്ലാത്ത പക്ഷം ആ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ, അതായത് എവിടുന്നാണ് എംബാർക്ക് ചെയ്യുന്ന സീസ്. ഫോർ ദി പർപ്പസ് ഓഫ് ദി സെക്ഷൻ ദ റിട്ടേൺ ജേണി ഷാൽ ബി ട്രീറ്റഡ് സെപ്പറേറ്റ് ജേണി. റിട്ടേൺ ജേണിന് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ റിട്ടേൺ ജേണി ടിക്കറ്റ് അപ്പം തന്നെ എടുത്തിട്ട് കാര്യമില്ല, സെപ്പറേറ്റ് ജേണി ട്രീറ്റ് ചെയ്യാം. ദി റൈറ്റ് ടു പാസേജ് ഇസ് ഗിവൻ ഫോർ ഫ്യൂച്ചർ യൂസ് ആൻഡ് പോയിന്റ് ഓഫ് എംബാർക്കേഷൻ ഇസ് നോട്ട് നോൺ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് റൈറ്റ് ഓഫ് പാസഞ്ചർ. ദ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി ഡിറ്റർമൈൻ അക്കോർഡിംഗ് 12(2). അതായത് ഇപ്പം ഫ്യൂച്ചർ യൂസിനാണ് ഇയാൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ കേസിൽ ഫ്യൂച്ചർ യൂസ് ആണോ, പ്രീപെയ്ഡ് ആണ്, ഫ്യൂച്ചർ യൂസ് ആണ്, ഇതിന്റെ ആൻസർ ആണിത്. ഓക്കെ, അതായത് പ്രീപെയ്ഡ് യൂസിനാണ് എടുത്തത്, ഫ്യൂച്ചർ യൂസിനാണ് എടുത്തത്. അപ്പോൾ എംബാർക്കേഷൻ അറിയില്ല, എവിടെ നിന്നാണ് അത് തുടങ്ങാന്നുള്ളത്, എംബാർക്കേഷൻ എവിടെ നിന്നാണെന്ന് അറിയില്ല. ഇവിടെ അതായത് പ്രശ്നം, എംബാർക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി സർവീസ് ഷാൽ ബി ഡിറ്റർമിൻ അക്കോർഡിംഗ് വിത്ത് 12(2). നമ്മുടെ 12(2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ പ്രൊവിഷൻ. റെസിപ്പിയന്റ് ലൊക്കേഷൻ അറിയുമെങ്കിൽ അത്, അറിയില്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് സപ്ലയർ. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ വന്നത്. സോറി, മൈ മിസ്റ്റേക്ക്. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ വന്നത്. കാരണം എംബാർക്കേഷൻ അറിയില്ല, ഇവിടെ പ്രീപെയ്ഡ് യൂസിനാണ് എടുത്തത്, ഫ്യൂച്ചർ യൂസിനാണ് എടുത്തത്. അപ്പോൾ ആ കേസിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എംബാർക്കേഷൻ അറിയുന്നുണ്ടെങ്കിൽ ആ പ്ലേസ്, എംബാർക്കേഷൻ അറിയാത്തതുകൊണ്ട് ഏത് വരും, 12(2) ജനറൽ പ്രൊവിഷൻ അനുസരിച്ച് വരും. അതായത് അൺരജിസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ അയാളുടെ അഡ്രസ്സ് അറിയുന്നുണ്ടെങ്കിൽ അയാളുടെ റെസിപ്പിയന്റ് ആ അഡ്രസ്സ്, ആ ലൊക്കേഷൻ പ്ലേസ് ഓഫ് സപ്ലൈ, അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരും. ദാറ്റ്സ് ഓൾ. സെക്ഷൻ 12 സബ്സെക്ഷൻ 9. അടുത്തത് 10. ഇൻ റിലേഷൻ ടു സർവീസസ് ഓൺ ബോർഡ് എ കൺവെയൻസ് ഇൻക്ലൂഡിംഗ് എ വെസൽ, എയർക്രാഫ്റ്റ്, എ ട്രെയിൻ, മോട്ടോർ വെഹിക്കിൾ. നമ്മൾ ഗുഡ്സിന്റെ കേസ് ഇതേപോലെ പറഞ്ഞിരുന്നു. ഓൺ ബോർഡ്, അതായത് ഈ വെസലിന്റെ ഉള്ളിൽ കൂടെ, എയർക്രാഫ്റ്റിന്റെ ഉള്ളിൽ കൂടെ വല്ല സാധനങ്ങളും സപ്ലൈ ചെയ്യുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഇവിടെയും പറയുന്ന പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി ലൊക്കേഷൻ ഓഫ് ദി ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് പോയിന്റ് ഓഫ് ദി ഡിപ്പാർച്ചർ. എവിടെന്നാണോ ഡിപ്പാർച്ചർ പോയിന്റ് ചെയ്യുന്നത്, എവിടെന്നാണോ തുടങ്ങുന്നത്, ആ ഫസ്റ്റ് ഷെഡ്യൂൾ എവിടെന്നാണോ അതാണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ. നോക്കാം. മിസ്റ്റർ എക്സ് ഈസ് ട്രാവലിംഗ് ഫ്രം ഡൽഹി ടു മുംബൈ ഇൻ എ എയർജെറ്റ് ഫ്ലൈറ്റ്. ഡൽഹി ടു മുംബൈ ആണ്. He decides to watch an English movie during the journey by making the necessary payment. So ഒരു ഇംഗ്ലീഷ് മൂവി കാണാൻ പോവാണ്, പേയ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. The place of supply of such service of showing movie on demand is the first schedule point of the departure. So മൂവി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു സർവീസ് അല്ലേ. അപ്പോൾ അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഷെഡ്യൂൾഡ് പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ, ആ കൺവെയൻസിന്റെ, ആ എയർക്രാഫ്റ്റിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ എവിടെയാണോ അത്, അതായത് ഡൽഹി. ഡൽഹിയിൽ നിന്ന് അയാൾ തുടങ്ങുന്നത് ഡൽഹി ടു മുംബൈ ആണ്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡൽഹിയാണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ. അത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. നെക്സ്റ്റ് 11. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് ഇൻക്ലൂഡിംഗ് ഡാറ്റ ട്രാൻസ്ഫർ, ബ്രോഡ്കാസ്റ്റിംഗ്, കേബിൾ ആൻഡ് ഡയറക്ട് ടു ഹോം ടെലിവിഷൻ സർവീസസ് 20%. നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ ഇല്ലേ, നമ്മളെ ഇന്റർനെറ്റും കേബിളും ഒക്കെ ഇതിൽ പെടും കേട്ടോ. ഡയറക്റ്റ് നമ്മൾ DTH ഒക്കെ പെടും. അതിൽ ഓരോന്നോരോന്ന് പറയുന്നുണ്ട്. ദിസ് ഈസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. ബെയർലി പറയാം, ദിസ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് റീഡ് ഇറ്റ്. ഓക്കെ, ചോദിക്കുമെന്ന് വളരെ സംശയമാണ്. ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നില്ല. MCQ വേണമെങ്കിൽ MCQ ചോദിക്കാം, പക്ഷെ ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. നോക്കാം. ഇൻ കേസ് ഓഫ് എ സർവീസസ് ബൈ എ ഫിക്സഡ് ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ, ലീസ്ഡ് സർക്യൂട്ട്സ്, ഇന്റർനെറ്റ് ലീസ്ഡ് സർക്യൂട്ട്, കേബിൾ ഓർ ഡിഷ് ആൻഡ് നമ്മൾ ഈ ഫിക്സഡ് ആയിട്ടുള്ള ലൈനൊക്കെ ഇല്ലേ, ഫിക്സഡ് ആയിട്ടുള്ള ലൈനുള്ള അല്ലെങ്കിൽ ലീസ്ഡ് സർക്യൂട്ട്, ഇന്റർനെറ്റിന്റെ സർക്യൂട്ട്, കേബിൾ, ഡിഷ് ആൻഡ് അങ്ങനത്തെ ഒക്കെ കേസാണ് സർവീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ വേർ ദി ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ, ലീസ്ഡ് സർക്യൂട്ട്, കേബിൾ ഇൻസ്റ്റാൾഡ്, അത് എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, ഇൻസ്റ്റാൾ ചെയ്ത പ്ലേസ് ആണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇൻ കേസ് ഓഫ് മൊബൈൽ കണക്ഷൻ ഫോർ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഓൺ പോസ്റ്റ് പെയ്ഡ് ബേസിസ്. പോസ്റ്റ് പെയ്ഡ് ആയിട്ട് ഈ പറഞ്ഞ ടെലികമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടാവില്ലേ, കമ്മ്യൂണിക്കേഷൻ, ഇന്റർനെറ്റ് ഒക്കെ. ആ കേസിൽ അലൊക്കേഷൻ ഓഫ് ദി ബില്ലിംഗ് അഡ്രസ് ഓഫ് ദ റെസിപ്പിയന്റ്, റെസിപ്പിയന്റെ ബില്ലിംഗ് അഡ്രസ് ഉണ്ടെങ്കിൽ അത്
ഓഫ് ദി സർവീസ് ഓൺ അക്കൗണ്ട് ഓഫ് ദി സപ്ലയർ ഓഫ് സർവീസ്. അല്ലെ നമ്മൾ അഡ്രസ്സ് കൊടുക്കില്ലേ നമ്മൾ, അപ്പോൾ അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. നെക്സ്റ്റ്, ഇൻ കേസ് വേർ മൊബൈൽ കണക്ഷൻ ഫോർ ടെലികമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റ് സർവീസ് ആൻഡ് ഡയറക്ട് ടു ഹോം സർവീസ് ആർ ഓൺ പ്രീ പേയ്മെന്റ് ബേസിസ് ത്രൂ എ വൗച്ചർ ഓർ എനി അതർ മീൻസ്. അതായത് നമ്മളെ വൗച്ചറൊക്കെ ആയിട്ട് കൊടുക്കുന്ന പരിപാടി ഇല്ലേ, പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ മൊബൈൽ കണക്ഷനൊക്കെ, ഈ മൊബൈൽ ഇന്റർനെറ്റ് ഒക്കെ വൗച്ചറായിട്ട് DTHന്റെ ഒക്കെ വൗച്ചറായിട്ട് കിട്ടുമായിരുന്നു. അങ്ങനത്തെ ഒക്കെ നമുക്ക് അറിയുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾ 2K കിഡ്സ് അല്ലേ. 90s കിഡ്സിനൊക്കെ നന്നായിട്ട് ചുരണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് 29 രൂപക്ക് 100 MB ഒക്കെ കിട്ടുക. 29 രൂപക്ക് 100 MB ഒന്ന് ആലോചിച്ച് നോക്കിയേ. നെക്സ്റ്റ്, POS ഷാൽ ബി ദി അഡ്രസ് ഓഫ് ദി സെല്ലിംഗ് ഏജന്റ് ഓർ റീസെല്ലർ ഓർ ഡിസ്ട്രിബ്യൂട്ടർ. ഈ ഏജന്റുമാരുണ്ടാവില്ലേ, അവരുടെ അഡ്രസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാന്ന് പറയുന്നത്, ഈ സെല്ലിംഗ് ഏജന്റ് കൂടി ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി എനി പേഴ്സൺ ഫൈനൽ സബ്സ്ക്രൈബർ ആണെങ്കിൽ ഒരു ലൊക്കേഷൻ ഓഫ് സച്ച് പ്രീ പേയ്മെന്റ് റിസീവ്ഡ് ഓർ വൗച്ചർ ആർ സോൾഡ്. വൗച്ചർ ആക്ച്വലി സോൾഡ് ചെയ്യുന്ന എവിടെയാണോ അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. സെല്ലിംഗ് ഏജന്റ് ഉണ്ടെങ്കിൽ അത് പ്ലേസ് ഓഫ് സപ്ലൈ, അയാളുടെ അഡ്രസ്സ്. അതില്ലാന്നുണ്ടെങ്കിൽ എവിടെയാണോ വൗച്ചർ സെല് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രീ പേയ്മെന്റ് സർവീസ് എവിടെയാണോ റിസീവ് ചെയ്യുന്നത് അതാണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. വേറെ ഏതെങ്കിലും കേസ്, ഇതല്ലാതെ വേറെ ഏതെങ്കിലും കേസ് ആണെങ്കിൽ ദാൽ ബി അഡ്രസ് ഓഫ് ദ റിസീപ്പിയന്റ് ആസ് പെർ ദി റെക്കോർഡ് ഓഫ് ദി സപ്ലൈ. അഡ്രസ് റിസീപ്പിയന്റെ അഡ്രസ് ഏതാണോ അത്. അഡ്രസ് അവൈലബിൾ അല്ലെങ്കിൽ ഫൈനലി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ. ഈ റിസീപ്പിയന്റ് അഡ്രസ് അല്ലേ അവൈലബിൾ അല്ലെങ്കിൽ പിന്നെ അവിടെ പോകുക നേരെ ലൊക്കേഷൻ ഓഫ് ദി സപ്ലൈ. നമ്മൾ ജനറൽ 12 സബ്സെക്ഷൻ 2 അത് തന്നെയാണ് ജനറൽ റൂൾ. ഈ സച്ച് പ്രീപെയ്ഡ് സർവീസസ് അവൈൽഡ് ഓർ ദി റീചാർജ് ഈസ് മെയ്ഡ് ത്രൂ ഇന്റർനെറ്റ് ബാങ്കിങ്. അങ്ങനെയാണെങ്കിലോ ഇപ്പോഴത്തെ ടെക്നോളജി മാറി, ഇപ്പോൾ ഇന്റർനെറ്റ് ബാങ്കിങ് കൂടെ റീചാർജ് ഒക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇലക്ട്രോണിക് മോഡ് കൂടെ UPI പേയ്മെന്റ് ഒക്കെ നടത്തി. ദ ലൊക്കേഷൻ ഓഫ് ദ റിസീപ്യന്റ് ഓഫ് ദ സർവീസ് ഓൺ റെക്കോർഡ് ഓഫ് സപ്ലൈ ഓർ സർവീസ് ആണ് ദി പ്ലേസ് ഓഫ് സപ്ലൈ. റിസീപ്യന്റെ ലൊക്കേഷൻ, അപ്പോൾ നമ്മളൊക്കെ ലൊക്കേഷൻ അവൈലബിൾ അല്ലടോ. അതായത് ഇപ്പോൾ നമ്മളൊരു റീചാർജ് ഒക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മളെ ലൊക്കേഷൻ അവൈലബിൾ അല്ലേ, അവരുടെ അടുത്ത് ബില്ലിംഗ് അഡ്രസ് ഒക്കെ ഇല്ലേ, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇവിടെ ലീസ്റ്റ് സർക്യൂട്ട് ഇൻസ്റ്റാൾ മോർ ദാൻ, ഇവിടെ അടുത്ത പ്രശ്നം ഈ സർക്യൂട്ടിന്റെ കേസ് പറഞ്ഞു മേലെ. ആ സർക്യൂട്ട് ഇൻസ്റ്റാൾ ഈ ഫിക്സഡ് ആയിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത കേസ്, അത് മോർ ദാൻ 1 സ്റ്റേറ്റ് കൂടെ പോകുന്നുണ്ടെങ്കിലോ അതിന് കൺസോളിഡേറ്റഡ് എമൗണ്ട് ചാർജ് ചെയ്യുന്നത്. കുറേ സ്റ്റേറ്റ് കൂടെയാണ് അതിൻ്റെ കണക്ഷൻ പോകുന്നത്, കുറേ സ്റ്റേറ്റ് കൂടെ അതിൻ്റെ റെസിപ്പിയന്റ് കുറേ സ്റ്റേറ്റ് കൂടെ കണക്ഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ രീതിക്ക്, അതായത് മോർ ദാൻ 1 സ്റ്റേറ്റ് കൂടെ പോകുന്നുണ്ട് യൂസേജ്, അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് എമൗണ്ട് ആണ്. അങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ടേക്കൺ ഇൻ റെസ്പെക്ട് ഓഫ് മേലെ പറഞ്ഞ അതേ പോയിന്റ്സ് ആണ്. വാല്യൂ ഫോർ സർവീസ് സെപ്പറേറ്റ്ലി കളക്ടഡ് ഡിറ്റർമിൻ അക്കോർഡിംഗ് വിത്ത് കോൺട്രാക്ട് എഗ്രിമെന്റ് കോൺട്രാക്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച്. ഇനി സച്ച് കോൺട്രാക്ട് ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ സച്ച് അതർ ആസ് മേ പ്രിസ്ക്രൈബ്. അതായത് റൂൾ 6 നോക്കാം. ഈ റൂൾ 6 നോക്കിയിട്ട് വരാം. റൂൾ 6 റൂൾ 6 റൂൾ 6 റൂൾ 6 റൂൾ 6 റൂൾ 6 റൂൾ 6. In case of supply of services relating to lease circuit, whether lease circuit is installed in more than one state, means ആ സെയിം പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ ഇൻ ദി ഫോളോയിങ് മാനർ. നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻ എ സർക്യൂട്ട് ഷാൽ ബി ഡിറ്റർമൈൻ ദ ഫോളോയിങ് മാനർ. എന്ന് വെച്ചാൽ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം, ഇവിടെ പറയുന്നുണ്ട്. സപ്ലൈ ഓഫ് സർവീസ് ഷാൽ ബി ട്രീറ്റഡ് മെയ്ഡ് ഇൻ ഈച്ച് ഓഫ് ദി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഇൻ പ്രൊപ്പോർഷൻ ടു നമ്പർ ഓഫ് പോയിന്റ്സ്. എത്ര നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട് ഓരോ സ്റ്റേറ്റിലും ആ പ്രൊപ്പോർഷനിൽ എടുക്കാനാണ് പറയുന്നത്. ഇനി നമ്പർ ഓഫ് പോയിന്റ്സ് എങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിന്റെ 2 പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു എൻഡിങ് പോയിന്റ് ഉണ്ടാവില്ലേ, അതനുസരിച്ച് എടുത്താൽ മതി. കോൺസ്റ്റിറ്റ്യൂട്ട് 2 പോയിന്റ്സ്, ഒരു സ്റ്റാർട്ടിംഗ് ഒരു എൻഡിങ്. അതിൻ്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇന്റർമീഡിയറ്റ് പോയിന്റ് ഓരോ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇന്റർമീഡിയറ്റ് പോയിന്റും ഓരോ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന്. നോട്ട് ഇമ്പോർട്ടൻറ്റ് മാൻ. ഓരോ പോയിന്റ്, അതായത് ലീസ്റ്റ് സർക്യൂട്ട് ആ ഫിക്സഡ് ഇൻസ്റ്റാൾ ആ കേബിളിന്റെ ഓരോ പോയിന്റ് ഓരോ സ്റ്റേറ്റിൽ എത്ര കൂടെ പോകുന്നുണ്ട് നോക്കുക. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ഉണ്ട്. ജസ്റ്റ് പോസ് ആൻഡ് റീഡ് ഇറ്റ്. ജസ്റ്റ് എക്സാമ്പിൾ, ജസ്റ്റ് പോസ് ആൻഡ് റീഡ് ചെയ്യണം. ഞാൻ റീഡ് ചെയ്യാൻ പറയുന്നത് റീഡ് ചെയ്യണം. ഫിക്സ് ആയിട്ട് അവിടെ നിന്നോളൂ. ഓക്കെ, നെക്സ്റ്റ്. അതും കഴിഞ്ഞ് സിമ്പിളാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇതാണ് നിങ്ങൾ എത്ര പണിയാന്ന് പറഞ്ഞു തന്നെ. കമൻ്റ് ഇടണേ. നിങ്ങൾ കമൻ്റാണ് എൻ്റെ 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 ഇത്. ഓക്കെ, നെക്സ്റ്റ്. ഇൻ കേസ് ഓഫ് ബാങ്കിങ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസസ് ഇൻക്ലൂഡ് 12 ആണ്. ഓക്കെ, 12 അതർ ഫിനാൻഷ്യൽ ഇൻക്ലൂഡിങ് സ്റ്റോക്ക് ബ്രോക്കിംഗ് സർവീസസ് 20%. ബാങ്കിങ് ഒക്കെ ഇല്ലേ, ബാങ്കിങ് ഫിനാൻഷ്യലി അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കിങ്ങിൻ്റെ ഏജൻസി ഒക്കെ, അങ്ങനത്തെ ഒക്കെ. സ്റ്റോക്ക് ബ്രോക്കിംഗ് ബ്രോക്കേഴ്സ്. ദ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി ലൊക്കേഷൻ ഓഫ് ദ റിസീപ്പിയന്റ് ഓഫ് സർവീസ് ഓഫ് റെക്കോർഡ്സ്. ഈ റിസീപ്പിയന്റെ ലൊക്കേഷൻ റെക്കോർഡ്സിൽ അവൈലബിൾ ആണെങ്കിൽ അത്, അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ. സിമ്പിൾ. ജസ്റ്റ് റീഡ് ദിസ് എക്സാമ്പിൾ. ഓക്കെ, അതിൽ റിസീപ്പിയന്റെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ സപ്ലൈയുടെ ലൊക്കേഷൻ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ. നെക്സ്റ്റ്, ഇൻഷുറൻസ് സർവീസ് പ്രൊവൈഡ്. മേലത്തിൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല, കാരണം അവിടെ രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സണും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അവിടെ അതില്ല. രജിസ്റ്റേർഡ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ടു അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ. അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ റിസീപ്പിന്റെ റെക്കോർഡ്സ് അവൈലബിൾ ഉണ്ടാവും, ആ ലൊക്കേഷൻ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. രണ്ടും ഒന്നും തന്നെയല്ലോ. ഓക്കെ, പക്ഷെ എന്താ അതിന്റെ വേർതിരിച്ചതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല.
രണ്ടിലും റെസിപ്പിയൻ്റ് ലൊക്കേഷൻ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ, അഡ്വർടൈസ്മെന്റ് സർവീസസ് ടു സെൻട്രൽ ഗവൺമെന്റ്. അഡ്വർടൈസ്മെന്റ് സർവീസസ് ടു ആർക്ക്? സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റാറ്റ്യൂട്ടറി ലോക്കൽ അതോറിറ്റി മെൻ ഫോർ സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറി സർട്ടിഫൈഡ് ഇൻ ദി കോൺട്രാക്ട് ഓർ അഗ്രിമെന്റ്. അതായത് ഈ ഗവൺമെന്റിന്റെ പരസ്യങ്ങളൊക്കെ വരാറില്ലേ നമ്മുടെ ടി വിയിലൊക്കെ ഇല്ലേ, മോഡി സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മളെ പിണറായി സർക്കാരിന്റെ ഒക്കെ. അപ്പം അങ്ങനത്തെ സർവീസസ്. ദ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ടേക്കൺ ആസ് ബീങ് ഈച്ച് ഓഫ് സച്ച് സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറി ആൻഡ് ദ വാല്യൂ ഓഫ് സപ്ലൈസ് specific to each state or unit shall be proportional to the amount of attributable to services provided by way of dissemination in the respective state or unit territories may be determined in terms of contract or agreement. അത് കോൺട്രാക്ട് ഓർ അഗ്രിമെന്റ് അവൈലബിൾ അല്ലെങ്കിൽ റൂൾ 3. അതായത് ഈ ഇപ്പം നോക്കടാ, ഇപ്പം ഈ നമ്മൾ ഈ അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവില്ലേ. ഇപ്പം മോഡി സർക്കാരിൻ്റെ നോക്കിക്കേ, ആക്ച്വലി എല്ലാ സ്റ്റേറ്റിലൂടെ പാസേജ് ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലും അതിൻ്റെ സർവീസ് ഉണ്ട്. അപ്പോൾ ആ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്, അപ്പോൾ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാന്ന് ചോദിച്ചാൽ പറഞ്ഞ് കോൺട്രാക്ട് അഗ്രിമെന്റിലോ പറയുന്നുണ്ട് സെപ്പറേറ്റ് സ്റ്റേറ്റിന്റെ വാല്യൂ എത്ര, അത് ഡിറ്റർമിനബിൾ ആണ് ഓരോ സ്റ്റേറ്റ് എത്ര എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് എടുക്കാൻ പറഞ്ഞു. അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ് എന്ത്, റൂൾ 3 അനുസരിച്ച് എടുക്കാൻ. ഓക്കെ, റൂൾ 3 അനുസരിച്ച് എടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ റൂൾ 3 നോക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, യു ക്യാൻ റീഡ്. ഗുജറാത്ത് ഗവൺമെന്റ് ഗീവ്സ് ആൻ അഡ്വർടൈസ്മെന്റ് കോൺട്രാക്ട് ടു അഡ്വർടൈസിംഗ് ഏജൻസി പ്രൊമോട്ട് ഗുജറാത്ത് ടൂറിസം ത്രൂ ഔട്ട് ദി കൺട്രി അഡ്വർടൈസ്മെന്റ്. ദ പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ഇൻ ഓൾ ദി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ എല്ലാ സ്റ്റേറ്റിൽ കൂടെയാണ് അത് പോകുന്നത്. അതാണ്. അപ്പം റെസ്പെക്റ്റീവ് കോൺട്രാക്ട് അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച്, ഇല്ലെങ്കിൽ റൂൾ 3. അപ്പോൾ റൂൾ 3 കൂടി നോക്കി നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ലാസ്റ്റ് വൺ റൂൾ 3 സെപ്പറേറ്റ് ആട്ടോ ഞാൻ IGST റൂൾസ് കൊടുത്തിട്ടുള്ളേ, മനസ്സിലായോ? ഓക്കെ, സെക്ഷൻ 12 to 13, 12 to 14 റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൂൾസും. അതിൽ റൂൾ 3, 4, 5, 6 അത്രയും റൂൾസാണ് നമുക്ക് ഉണ്ടാവുക. അഡ്വർടൈസ്മെന്റ് സർവീസ് ടു ഗവൺമെന്റ്, ഈ കേസിൽ പറഞ്ഞത് ഇതാ ഈ ടേബിൾ അനുസരിച്ച് എടുക്കാൻ. റിട്ടേൺ പ്രൊവിഷൻ ടു സെറ്റ് ആ ടാബുലേറ്റഡ് ബിലോ ടു കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡിംഗ് വിത്ത് റൂൾ 3. ആ റൂൾ 3 ആണ് ടേബിൾ പറഞ്ഞത്. വെരി സിമ്പിൾ ആണ്. In relation to newspaper and publication ആണെങ്കിൽ amount payable for publication advertisement in all editions of newspaper in each state. ഓരോ സ്റ്റേറ്റിൽ ആ ന്യൂസ് പേപ്പറിന് പബ്ലിക്കേഷൻ എത്ര റുപ്പീസ് കൊടുക്കുന്ന എമൗണ്ട് എത്രയാണ് പേ ചെയ്യുന്നത്, അതനുസരിച്ച് ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യാം. ഇനി പ്രിന്റഡ് മെറ്റീരിയൽ, പാംപ്ലെറ്റ്സ്, ലീഫ്ലെറ്റ്സ് ഒക്കെ ആണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണോ, സ്പെസിഫിക് നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പർ അനുസരിച്ച് ഓരോ സ്റ്റേറ്റിൽ എത്ര നമ്പേഴ്സ് ആണോ ആ നമ്പേഴ്സ് അനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ചെയ്യാം. ഇനി ഹോർഡിങ്സ് ആണെങ്കിൽ, ഹോർഡിങ്സ് നമ്മൾ ബോർഡൊക്കെ ഇല്ലേ, ബോർഡൊക്കെ ആണെങ്കിൽ ആ എമൗണ്ട് പേബിൾ ഫോർ ഹോർഡിങ്സ് ലൊക്കേറ്റഡ് ഇൻ ഈച്ച് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിൽ എത്ര റുപ്യാണോ കൊടുക്കുന്നത് അതനുസരിച്ച് പ്ലേസ് ഓഫ് സപ്ലൈ എടുക്കാൻ. ദെൻ ട്രെയിനിൽ അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ ലെങ്ത് ഓഫ് ദി റെയിൽവേ ട്രാക്ക് ഇൻ ഈച്ച് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിൽ എത്ര അതിൻ്റെ ലെങ്ത് ഉള്ളത് നോക്കുക, റെയിൽവേ ട്രാക്കിന്റെ ലെങ്ത് നോക്കുക, അതനുസരിച്ച് ആ ട്രെയിനിന് എത്ര ലെങ്ത് ഉണ്ട് നോക്കുക, റെയിൽവേ ട്രാക്കിന്റെ ലെങ്ത് നോക്കുക, അതിൻ്റെ അതനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ചെയ്യുക. അഡ്വർടൈസ്മെന്റ് ഓൺ ദി ബാക്ക് ഓഫ് യൂട്ടിലിറ്റി ബിൽസ്, ചില ഓയിൽ ഗ്യാസ് ബില്ലിന്റെ പിന്നിലൊക്കെ ഈ സർക്കാരിന്റെ പരസ്യം ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് പേബിൾ ഫോർ അഡ്വർടൈസ്മെന്റ് പെർട്ടൈൻ ടു കസ്റ്റമേഴ്സ് ഹാവിംഗ് ബില്ലിംഗ് അഡ്രസ് ഇൻ ഈച്ച് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിലെ കൺസ്യൂമേഴ്സിന്റെ നമ്പർ ആ ബില്ലിംഗ് അഡ്രസ് അനുസരിച്ച് പ്ലേസ് ഓഫ് സപ്ലൈ എടുക്കുക. റെയിൽവേ ടിക്കറ്റ്സിന്റെ ബാക്കിൽ അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഈച്ച് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിലെ റെയിൽവേ സ്റ്റേഷൻസ് എത്രയാണോ അതനുസരിച്ച് പ്ലേസ് ഓഫ് സപ്ലൈ എടുക്കുക. റേഡിയോ സ്റ്റേഷൻസിലെ അഡ്വർടൈസ്മെന്റ് അങ്ങനെയാണെങ്കിൽ സച്ച് റേഡിയോ സ്റ്റേഷൻ ഓരോ സ്റ്റേറ്റിൽ ഉണ്ടാവുമല്ലോ, ആ സ്റ്റേറ്റ് അനുസരിച്ച് ഓരോ റേഡിയോ സ്റ്റേഷൻസ് എത്രയുണ്ട് അതിനനുസരിച്ച് എടുക്കുക. ടെലിവിഷൻ ചാനലിലാണെങ്കിൽ നമ്പർ ഓഫ് വ്യൂവേഴ്സ് അനുസരിച്ച് എടുക്കാനാണ് പറയുന്നത്. ആക്കി റീഡ് ചെയ്യുന്നില്ല, അതൊന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവ്, പക്ഷേ ദാറ്റ് റൂൾ. ഓക്കെ, ദെൻ സിനിമ ഹാൾസ് ആണെങ്കിൽ ആ സിനിമ ഹാളിൽ പേ ചെയ്യുന്ന എമൗണ്ട് ഈച്ച് സ്റ്റേറ്റിൽ എത്രയാണോ അതനുസരിച്ച് എടുക്കുക. ഇന്റർനെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇന്റർനെറ്റ് സബ്സ്ക്രൈബേഴ്സ് ഇൻ ഈച്ച് സ്റ്റേറ്റ് എത്രയാണോ അതനുസരിച്ച് എടുക്കുക. ഓക്കെ, എന്താണ് നെക്സ്റ്റ് SMS വഴിയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടെലികോം സബ്സ്ക്രൈബേഴ്സ് ഇൻ ഈച്ച് സ്റ്റേറ്റ് എങ്ങനെയാണോ അതനുസരിച്ച് എടുക്കുക. ഇവിടെ ബാക്കിയൊന്നും റീഡ് ചെയ്യണ്ട, ബാക്കി ടെലികോം സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കണ്ടെത്തുക, അത് ട്രായ് ആണ് പബ്ലിഷ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെ എന്തിനാ പറയുന്ന കാര്യമല്ലേ. ഓക്കെ, ദാറ്റ്സ് ഓൾ. റൂൾ 3 അത്രേ ഉള്ളൂ. കഴിഞ്ഞടാ. സെക്ഷൻ 12 സബ്സെക്ഷൻ 14 വരെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ആകെ ഉള്ളത് കുറച്ച് കാര്യം കൂടി ഉള്ളൂ, കൂടി കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് സപ്ലൈ കഴിഞ്ഞു. നമ്മൾ ആക്ച്വലി ഇസ് എ ഫൈനൽ ടോപ്പിക്. ഫൈനലാർക്ക് വേണമെങ്കിൽ ക്ലാസ് കാണാം, കാരണം ഫൈനലിൽ ഇതേപോലെ തന്നെ പറയുന്നത് സെയിം. നിങ്ങൾ ഫൈനലിൽ പോയാൽ തന്നെ പഠിക്കുന്നത്. സെക്ഷൻ 13 അടുത്തത്. ഇവിടെ പ്രത്യേകത എന്താണ്, ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഓർ ലൊക്കേഷൻ ഓഫ് ദി റിസീവ്മെന്റ് ഔട്ട്സൈഡ്. ഏതെങ്കിലും ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറോ ലൊക്കേഷൻ ഓഫ് ദി റിസീവ്മെന്റ് ഏതെങ്കിലും ഒന്ന് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. രണ്ട് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ എന്ത് സ്കോപ്പ് ഇടും? ഏതെങ്കിലും ഒന്ന് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. ആ കേസിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അടുത്തത് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. ലെങ്തി ആവും അല്ലെങ്കിൽ. അപ്പോൾ ഇത് ഇത്രയും വല്ല ഓക്കെ അല്ലേ, ഇത്രയും വരെ സെറ്റ് അല്ലേ? ഫുള്ള് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, റൂളും കാര്യങ്ങളും. ഇതിൽ കൂടുതൽ ഇനി എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്? ഫുള്ളില്ലടാ, എല്ലാ സാധനവും ഡിസ്കസ് ചെയ്ത്. യു ക്യാൻ പോസ് ചെയ്തിട്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പിന്നെ ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പോലീസ്. വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്, വെരി സിമ്പിൾ ചാപ്റ്റർ. ഇന്നിപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് ആ 13 സെക്ഷൻ 13 മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. പിന്നെ 2-3 ക്ലാരിഫിക്കേഷൻസും അത് കഴിഞ്ഞാൽ സെക്ഷൻ 13 കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ എക്സ്പോർട്ട് ഓഫ് സർവീസ് എന്താണെന്നുള്ളത് നോക്കാനുണ്ട്.
ദാറ്റ്സ് ഓൾ. അത് കഴിഞ്ഞ് MCQ ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യനും എല്ലാ ക്വസ്റ്റ്യനും എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാം. അതോടുകൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം പ്ലേസ് ഓഫ് സപ്ലൈ. ദാറ്റ്സ് ഓൾ അബൌട്ട് പ്ലേസ് ഓഫ് സപ്ലൈ. പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ഒരു കമൻറ്റിൽ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് പറയാം. ഞാൻ ഫീഡ്ബാക്ക് സാധാരണ ചോദിക്കാറില്ല, വളരെ റെയറായിട്ട് ചോദിക്കാറ്. ഇന്നെന്തോ ചോദിക്കാൻ തോന്നി. സോ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ ഇടുക, അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് DM ചെയ്ത് പറയാം. Okay, thank you for watching this video. See you in the next part. Bye.